ഹായ് എവരിവൺ, വെൽക്കം ടു ബിനൂസ് എന്തിനാണ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ക്ലാസ് ആണ്. കാരണം നമ്മുടെ ഈ സീരീസിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം ഹിന്ദി അറിയാത്ത ഒരാൾക്ക് ഹിന്ദി സംസാരിക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. ഇപ്പൊ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു 50 ഡേയ്സ് ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഹിന്ദി സംസാരിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നവർക്കായാലും അവർക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും ടോപ്പിക്സ് ഇതിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു റിവിഷൻ ആണ് കേട്ടോ. എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും. എനിക്ക് അറിയില്ല എത്രത്തോളം ഇത് ലെങ്ത് ആവും എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ പിടിക്കാതിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഒരു ക്ലാസ് എത്രത്തോളം നീണ്ടു പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങളിതൊരു പാർട്ടായിട്ടോ നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് വരുന്നത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. തുടക്കക്കാർ ഒരുപാട് പേര് ഇത് കാണാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേ പറയുള്ളൂ കേട്ടോ. കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോകാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ തുടക്കക്കാർക്ക് ഹിന്ദിയുടെ ബേസ് ആയിട്ട് അതല്ല, ഹിന്ദി സംസാരിക്കാനായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ആദ്യം തന്നെ ഒരു ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വേറെ ഒന്നുമല്ല, ഇപ്പൊ അവൻ, അവൾ, അത്, ഇത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇതിനെയൊക്കെ ഹിന്ദിയിൽ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അല്ലെ, ഒന്നും അറിയാത്തവർ വന്നിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ വഹ് യഹ് എന്നുള്ള വാക്ക്. ഈ വഹും യഹും എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. വഹ് എന്ന് പറയുന്നത് അവൻ, അവൾ, അത്, ആ എന്നൊക്കെ പറയാനാണ് നമ്മൾ വഹ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ദൂരെയുള്ള കാര്യങ്ങൾ, അവിടെ നിൽക്കുന്ന ആളെയല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തില്ലാത്ത ഒരാളെയല്ലേ നമ്മൾ അവൻ എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഇവൻ എന്നല്ലേ പറയത്തുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ ദൂരെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വഹ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്തുള്ള കാര്യങ്ങൾ പറയാൻ യഹ്, അത്രേ ഉള്ളൂ. ഇവൻ, ഇവൾ, ഇത്, ഈ ഇതൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? യഹ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹിന്ദിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനൊക്കെ മുഴുവനായിട്ട് പറയേണ്ട, പല കാര്യങ്ങളും നമ്മൾ മുഴുവനായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സംസാരിക്കുമല്ലേ, ഒത്തിരി ഗ്രാമറിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഗ്രാമർ ഒന്നും നിങ്ങൾ അറിയാതെ തന്നെ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഹിന്ദിയിൽ. ഹിന്ദിയിൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ടല്ല സംസാരിക്കാൻ പഠിക്കേണ്ടത് കേട്ടോ. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഈ ഗ്രാമറൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചു പോകുന്നതാണ്. അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ക്ലാസ് ഒന്നും തരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഹിന്ദിയിൽ വളരെ ഷോർട്ടായിട്ട് വഹിനെ പറയുന്നത് വോ എന്നാണ്. ക്ലിയർ ആയോ? വോ. അപ്പൊ ഒരു സെന്റൻസ് പറയുന്നത് ക്ലിയർ ആവും. അവൻ ഇന്നലെ വന്നു എന്ന് പറയുമ്പോ സെന്റൻസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആ വോ എന്നുള്ള വാക്ക് മാത്രം ശ്രദ്ധിക്കാം. അവൻ ഇന്നലെ വന്നു എന്ന് പറയുമ്പോ വഹ് കൽ ആയ എന്നാണ് ആ സെന്റൻസ് വരുന്നത് അല്ലെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്ത് പറയുന്നു? വോ കല്ലായ. അവിടെ വോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ യഹിന് എന്താ പറയാ? നിങ്ങൾ തന്നെ പറയും. യഹിനെ യോ എന്നാണോ പറയണ്ടേ? അല്ല, അതൊരു ഡൗട്ട് ആയിട്ട് വരുന്ന കാര്യം കേട്ടോ. യഹിന് യോ എന്നല്ല പറയണ്ടേ, യഹിനെ ഏ എന്നാ പറയണ്ടേ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവൻ ഇന്നലെ വന്നു എന്ന് പറയുമ്പോ യഹ് കൽ ആയ എന്നാണ് ആ സെന്റൻസ് എങ്കിലും ഏ കല്ലായ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. വഹിനെ വോ എന്നും യഹിനെ ഏ എന്നും നമുക്ക് സംസാരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ഗ്രാമറിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേ എന്ന വാക്കിന് നമുക്ക് അർത്ഥം വരുന്നത് അവ. നമ്മൾ പ്ലൂറൽ ആയിട്ട് പറയാനും അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് പറയുമ്പോഴൊക്കെ നമുക്ക് വേ യൂസ് ചെയ്യാം കേട്ടോ. അദ്ദേഹം അല്ലെങ്കിൽ അവ എന്നൊക്കെ പറയാനായിട്ട് വേ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറയുന്ന എല്ലാ സെന്റൻസും പറഞ്ഞ് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഓക്കെ, അതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു രണ്ട് വാക്കുകളാണ് ഇസും ഇന്നും, ഉസ്സും ഉന്നും. ക്ലിയർ ആയോ? ഈ ഇസും ഇന്നും ഒരേ അർത്ഥം തന്നെയാണ്. ഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ക എന്ന് പറയുമ്പോൾ ഇവന്റെ എന്നാണ്. പക്ഷെ അവിടെ ഇൻ എന്ന് പറയുമ്പോൾ ഇൻക, അത് നമ്മൾ കുറച്ച് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന.
മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഹിന്ദി സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഈ ഒരു ഭാഷ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ പഠിച്ചാൽ മതി. കാരണം അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെസ്പെക്ട് കൊടുക്കണ്ട. ഇവൻ കുട്ടിയാണ്, ഇവിടെ നമുക്ക് ഇസ് പറയാം. അദ്ദേഹത്തിന് റെസ്പെക്ട് കൊടുക്കണം, അവിടെ നമുക്ക് ഇന്ന് പറയാം എന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും. റെസ്പെക്ട് കൊടുക്കേണ്ടോട്ട് നമ്മൾ ഇസ് യൂസ് ചെയ്യും, റെസ്പെക്ട് കൊടുക്കേണ്ടാത്തോട്ട് ചിലപ്പോൾ നമ്മൾ ഇന്ന്, അതിപ്പോ നമ്മൾ ഇന്ന് യൂസ് ചെയ്താലും പ്രോബ്ലം ഒന്നും വരുന്നില്ല. പക്ഷെ റെസ്പെക്ട് കൊടുക്കേണ്ടോട്ട് നമ്മൾ ഇസ് വെച്ച് സംസാരിക്കരുത്. ഇപ്പൊ ഒരു വസ്തു ഇദ്ദേഹത്തിന്റെയാണ് എന്ന് പറയാനായിട്ട് ഇസ്കാഹെ എന്ന് പറയുമ്പോൾ അവിടെ റെസ്പെക്ട് വരുന്നില്ല കേട്ടോ. ഇൻകാഹെ എന്നാണ് പറയേണ്ടത്. ഇത് ഇദ്ദേഹത്തിന്റെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ ഇസിനെ അങ്ങോട്ട് വിട്ടേക്ക് ഇന്ന് യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി ഇതൊരു വസ്തുവിന്റെ ആണെങ്കിൽ അവിടെ നമുക്ക് ഇൻക പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും നെട്ടും ബോൾട്ടൊക്കെ, എന്നിട്ട് സ്ക്രൂ, ഈ സ്ക്രൂ എന്തിന്റെയാ? ഇത് ഇതിന്റെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇസ് യൂസ് ചെയ്താൽ മതി. ഇസ്കാഹെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വ്യക്തിക്ക് മാത്രമല്ല വസ്തുവിനും നമ്മൾ ഈ സെയിം വേർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെയാണ് ഉസ്സും ഉന്നും. ഓക്കെ, ഉസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഉസ്കാഹെ, ഇത് അവന്റെയാണ്. ഉൻകാഹെ, ഇത് അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ ഔസിനെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നതാണ് ഉൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്തുണ്ട്? പ്ലൂരലിന് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഉൻകാഹെ എന്നാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഉൻ ലോഗോകാഹെ എന്നും പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നിങ്ങൾ സെന്റൻസിലൂടെ മനസ്സിലാക്കും. പുതിയ ആളുകളോടാണ് ഞാൻ പറയുന്നത്. പഴയ ആളുകൾക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്, എനിക്കറിയാം. പക്ഷെ പോകെ പോകെ നിങ്ങൾക്ക് ക്ലിയർ ആവട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ആളുകളുണ്ട്, അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇത്തിരി ഡീപ്പായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ഹേയുടെ യൂസ് കേട്ടോ. ഹേ, ഇപ്പൊ നമ്മള് ഒട്ടുമിക്കാറും സെന്റൻസിൽ എവിടെയാ അവസാനിക്കുന്നത്? ഹിന്ദിയില് ഹേ വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ അതിന്റെ യൂസ് എങ്ങനെയാന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്കറിയാലോ, കുത്തില്ലാത്ത ഹേ ഉണ്ട്, അതുപോലെ കുത്തുള്ള ഹേം ഉണ്ട്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഹേം എന്നാണെങ്കിൽ നമ്മൾ അതിന് സംസാരത്തിൽ ഹേ എന്ന് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതുകൂടാതെ ഹൂം ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, ഈ ഹേ എന്ന വാക്കിന് രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം കൊടുക്കാം കേട്ടോ. ഒന്ന് എന്താണ്? ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാനും ഉണ്ട് എന്ന് പറയാനും ഈ ഹേ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ കലം ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കയ്യിലില്ല ഇപ്പൊ കേട്ടോ. കലം ഹേ എന്ന് പറഞ്ഞാൽ ഇത് പേനയാണ് അല്ലെങ്കിൽ പേനയാകുന്നു എന്ന് പറയുന്നതാ. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ അമ്മ വീട്ടിലുണ്ട്, അവിടെ ഉണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഉണ്ട് എന്ന് പറയാനായിട്ട് ഈ ഹേ തന്നെയാ. മാ ഗർ പർ ഹേ അല്ലെങ്കിൽ ഗർമേ ഹേ എന്നാ പറയുന്നത്. അമ്മ വീട്ടിലുണ്ട്, മാ ഗർ പർ ഹേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ കറണ്ട് ഉണ്ട്, കറണ്ട് ഉണ്ടോ? കറണ്ട് ഉണ്ട്. എങ്ങനെ പറയാ? ബിജലി ഹേ. ഈ പുതിയ ആൾക്കാർക്ക് ഈ വാക്കുകളുടെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നുണ്ടാവില്ല. അതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും കേട്ടോ. ഇപ്പൊ ഞാൻ അതിന്റെ യൂസസ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ബിജലി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ട് എന്നാണ്. അവിടെ ഹേക്ക് ഉണ്ട് എന്നർത്ഥം വന്നു. ഇനി ഈ ഹും എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ വെച്ച് നമ്മളിപ്പോ പ്രസന്റില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മേ വെച്ച് പറയുമ്പോൾ ഹുമ്മാണ് വെക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ ബിനു ആണ്. എങ്ങനെയാ? മേം ബിനു ഹേ അല്ല, ഹൂം. ഞാൻ ബിനു ആണ് അല്ലെങ്കിൽ ബിനു ആകുന്നു എന്ന് പറയുന്നതാണ്. മേ ബിനു ഹൂം, ഞാൻ ബിനു ആണ്. ഇനി ഞാൻ കേരളത്തിൽ നിന്നുമാണ്, ഞാൻ കേരളത്തിൽ നിന്നുമാണ്. മേ കേരള സേ ഹൂം ആണ് കേട്ടോ. അവിടെ മേ വെക്കുമ്പോൾ അവിടെ ഹൂം ആണ് വരുന്നത്, അതാണ് ഹൂം. ഇനിയിപ്പോ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ മേ കേരള സേ ഹേ എന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ആണ്, അർത്ഥത്തിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ നിങ്ങൾ അതൊന്നൊട്ട് ടെൻഷൻ അടിക്കണ്ട, ഇതിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ഇനി ഈ കുത്തുള്ള ഹേയും കുത്തില്ലാത്ത ഹേയും ഇത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കുത്തില്ലാത്ത ഹേ. ഓക്കെ, കലം ഹേ, ഒരു വസ്തു ഉള്ളൂ അല്ലെ, ഒരു പേനയേ ഉള്ളൂ. ഇത് പേനയാണ് അല്ലെങ്കിൽ പേനയാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുത്തിടണ്ട. അല്ലെങ്കിൽ വോ ജാ രഹാ ഹേ എന്ന് പറയുമ്പോ എന്താണ്? അവൻ പോവുകയാണ്. വോ ജാ രഹാ ഹേ, അവിടെ അവനാണ് അല്ലേ, അവരല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു കുത്ത ഇട്ടുള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അവർ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ വേ ജാ രഹേ ഹേ എന്ന് പറയാം കേട്ടോ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കുത്തുള്ള ഹേ ആണ്. കാരണം എന്താ?
അവർ ആണ് അല്ലെ. വേ പ്ലൂരൽ ആയതുകൊണ്ട്, അവർ എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, കുത്തിട്ടത്. ക്ലിയർ ആയോ? അപ്പൊ എവിടെയാണ് സിംഗുലർ ആവുമ്പോ കുത്തില്ലാത്ത ഹേയും, പ്ലൂരൽ ആവുമ്പോ കുത്തുള്ള ഹേയും. അത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ റെസ്പെക്ട് ചെയ്ത് ഇപ്പൊ ഒരു വ്യക്തി ആയിക്കോട്ടെ, പപ്പയോ നമ്മുടെ ഏതെങ്കിലും സാറുമാരോ ആരെങ്കിലും ആയിക്കോട്ടെ, റെസ്പെക്ട് ചെയ്ത് പറയേണ്ടടുത്ത് കേട്ടോ. ഇപ്പൊ ഒരു വ്യക്തി ഉള്ളെങ്കിലും നമുക്ക് റെസ്പെക്ട് കൊടുക്കേണ്ട ആ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവിടെ ഹേക്ക് കുത്തുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് പറയേണ്ട സമയത്ത് വരുന്ന കാര്യങ്ങളല്ല, സംസാരിക്കേണ്ട സമയത്ത് വരുന്ന കാര്യങ്ങളല്ല. എന്നാൽ പോലും നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ അതിന്റെ ബേസും കൂടി അറിഞ്ഞിരിക്കുക അല്ലെ, ഏത് ഹേ യൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്, ഏത് ഹേ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല അല്ലെ, കുത്തുള്ളതാണോ പറഞ്ഞ അല്ലെങ്കിൽ കുത്തില്ലാത്തതാണോ പറഞ്ഞത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഹേ എന്നുള്ള വാക്കിന്റെ യൂസ്. ഓക്കെ, ഇനി നമുക്ക് സംസാരിക്കാനായിട്ട് അറിയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്, കുറെ വാക്കുകളുടെ അർത്ഥങ്ങളാണ് അല്ലെ. തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, കുറെ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു സീരീസിൽ 50 ഡേയ്സ് ചലഞ്ച് സീരീസിൽ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ പുതിയ വാക്കുകൾ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. പുതിയ വാക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള വാക്കുകൾ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതല്ലാതെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഹിന്ദി വാക്കുകളുടെ അർത്ഥങ്ങളും പഠിച്ചിട്ടല്ല നമ്മൾ ഹിന്ദി സംസാരിക്കേണ്ടത്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ മാത്രം പഠിക്കുക, ബാക്കിയെല്ലാം നമ്മളിലേക്ക് വന്നു ചേർന്നോളും. നമ്മൾ എപ്പോൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടുന്ന് നമുക്ക് ഓരോ ദിവസവും ഓരോരോ വാക്കുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകുന്നതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് കുറെ പേർക്കൊക്കെ കുറെ വാക്കുകളൊക്കെ അറിയാലേ. ഇപ്പൊ ഓടുക, ചാടുക, നടക്കുക, കഴിക്കുക, കളിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എന്താണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം. പക്ഷെ സംസാരത്തിൽ കൊണ്ടുവരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെന്താ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആക്ഷൻ വേർഡ്സ് ആണ്, വെർബാണ്, ക്രിയകളാണ്. അപ്പൊ ഈ ക്രിയകളോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസുകൾ ഉണ്ടാക്കി വരുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഡെയിലി യൂസിന് വരുന്ന ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് വരിക, വരിക, പോവുക, ഇതൊക്കെയല്ലേ നമ്മൾ പറയാം. അപ്പൊ വരിക എന്നുള്ള വാക്ക് ആന എന്നാണ്, പോവുക എന്നുള്ള വാക്ക് ജാന എന്നാണ്. ഇത് ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ, കാരണം നമ്മുടെ സ്ഥിരക്കാർക്ക് ഇതൊക്കെ കാണാപ്പാടെ അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു പോവാ കേട്ടോ. ആന, വരിക, ജാന, പോവുക, നഹാന, കുളിക്കുക, കേൽന, കളിക്കുക, ഖാന, കഴിക്കുക, പീന, കുടിക്കുക, ബൈഠന, ഇരിക്കുക, ദൗഡന, ഓടുക, ഖഡേ ഹോന, നിൽക്കുക. ഖഡേ ഹോന എന്നാട്ടോ, ഖഡേ ഹോന നിൽക്കുക, കൂദന ചാടുക, അതുപോലെ തന്നെ സോന ഉറങ്ങുക, ഉറങ്ങുക എന്ന് പറയത്തില്ലയോ, സോന എന്നാ പറയാ കേട്ടോ, സോന ഉറങ്ങുക, റോന കരയുക കേട്ടോ, റോന കരയുക, ഹസ്ന ചിരിക്കുക. ഇവിടെ നമുക്ക് മേലൊരു ചന്ദ്രക്കല അതുപോലെ തന്നെ ബിന്ദിയും കാണാം അല്ലെ, പക്ഷെ ഹംസന എന്നല്ല അത് പ്രൊനൗൺസ് ചെയ്യാം, ഹസ്ന എന്നാട്ടോ, ഹസ്ന ചിരിക്കുക. ഇനി ചെയ്യുക എന്ന വാക്കിനെ ഹിന്ദിയിൽ പറയുന്നത് കർണ എന്നാട്ടോ, കർണ. ഓക്കെ, ഇപ്പൊ ജോലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം കർണ, ജോലി ചെയ്യുക, കാം കർണ. അതുപോലെ സംസാരിക്കുക എന്ന് പറയാം അല്ലെ, നമ്മൾ സംസാരിക്കുക, ബാത് കർണ എന്ന് പറയാം, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കേട്ടോ, നമുക്ക് സംസാരിച്ച് തുടങ്ങാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ വെർബ്സിന്റെ കൂടെ, വെർബ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, ഈ വാക്കുകളുടെ കൂടെ എല്ലാം ഹേ എന്നുള്ളൊരു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലയോ ഹേ, ഹേ എന്ന വാക്ക് ചേർക്കുമ്പോൾ, ആ ഒരു വാക്ക് ചേർക്കുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നമ്മൾ നോക്കുക. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക, കർണ ഹേ ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ. ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഇത് നമ്മൾ നോക്കിയല്ലോ. ഖാനാഹേ എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഹേ ചേർക്കുമ്പോൾ നം 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 എന്നുള്ള ആ ഒരു ഇതാ വരുന്നത് കേട്ടോ, ആ ഒരു സൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഖാനാഹേ കഴിക്കണം. ഇപ്പൊ നിങ്ങളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മനസ്സിലാവുന്നുണ്ടോ. എനിക്ക് ഭക്ഷണം കഴിക്കണം, അവിടെ എങ്ങനെയാ പറയാ, എനിക്ക് എന്ന് പറയാനായിട്ട് മുജെ എന്നാ പറയാ. മുജെ ഭക്ഷണത്തിനെ പറയുന്നത് ഖാന എന്നാണ് കേട്ടോ, ഖാന കഴിക്കണം, ഖാന ഹേ. മനസ്സിലാവുന്നുണ്ടോ, ഒരു സെന്റൻസ് അവിടെ ക്രിയേറ്റ് ആയില്ല. അപ്പൊ ഈ എല്ലാ വെർബ്സിന്റെ കൂടെ ഹേ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെന്റൻസ് ക്രിയേഷൻ അവിടെ നടക്കുവാണ്. ക്ലിയർ ആവുന്നുണ്ടോ. മുജെ ഖാന ഖാന ഹേ, എനിക്ക് ഭക്ഷണം കഴിക്കണം. ഇനി ജാന എന്ന് പറഞ്ഞ പോവുക, അപ്പൊ എനിക്ക് പോകണം എന്ന് പറയാനോ, മുജെ ജാന ഹേ, എനിക്ക് പോകണം.
മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി ക്ലാസ്സുകളൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻ ആയിട്ടുള്ള ആ ഒരു ടെക്നിക്സ് ഒന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഹിന്ദി സംസാരിക്കാൻ. മറ്റുള്ള ഭാഷകൾ പോലെയല്ല, ഹിന്ദി എല്ലാവർക്കും വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഭാഷയാണ് കേട്ടോ. അപ്പൊ ആത്മാർത്ഥമായിട്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ ഒരു സെന്റൻസ്, എനിക്ക് വേഗം പോകണം, എങ്ങനെയാ പറയാ? എനിക്ക് വേഗം പോകണം. മുജെ ജൽദി, വേഗത്തിനെ പറയുന്നത് ജൽദി എന്നാട്ടോ. ജൽദി ജാനാ ഹെ, എനിക്ക് വേഗം പോകണം. ഈ ഒരു ജൽദി എന്നുള്ള വാക്കിന് മറ്റൊരു സിറ്റുവേഷൻ, ഇപ്പൊ രണ്ട് സിറ്റുവേഷനിലും ഈ ജൽദി വരും, പക്ഷെ അർത്ഥം ഇതാണ് കേട്ടോ. ചെറിയൊരു അർത്ഥ വ്യത്യാസം തോന്നും നിങ്ങൾക്ക്, പക്ഷെ രണ്ടിനും ഈ ജൽദി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് നീ നേരത്തെ വരണം, നീ നാളെ നേരത്തെ വരണം. അവിടെ നമ്മൾ വേഗം എന്നല്ല അല്ലെ, ജൽദിക്ക് വേഗം എന്നും അതുപോലെ നേരത്തെ എന്നും സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, നീ നാളെ നേരത്തെ വരണം, എങ്ങനെയാണ്? തൂ കൽ ജൽദി ആനാ ഹെ, തൂ കൽ ജൽദി ആനാ ഹെ. ഇവിടെ ഞാൻ തൂ പറയാൻ കാരണം വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ കുറച്ച് റെസ്പെക്ട് ചെയ്ത് പറയുമ്പോൾ തൂ പറയാൻ പാടില്ല. നമ്മൾ ഈ തൂ എന്നുള്ള വാക്ക് ഉപേക്ഷിച്ചോട്ടോ. ഒന്നില്ലെങ്കിൽ തുമ്മ് പ്രയോഗിക്കുക, അതല്ലെങ്കിൽ ആപ്പ് പ്രയോഗിക്കുക. സംസാരിക്കുമ്പോൾ തൂ എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ പറയാ, തീരെ റെസ്പെക്ട് ഇല്ലാത്തൊരു വേർഡായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പഠിക്കുന്നവര് തൂ എന്നുള്ള വാക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഓക്കെ, തുമ്മ് യൂസ് ചെയ്യാം. കുറച്ച് അടുപ്പൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിൽ തുമ്മ് യൂസ് ചെയ്യാം. അതല്ല ആപ്പ് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് സംസാരിക്കാം. ഓക്കെ, കൂടുതലും ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും കേൾക്കാനായിട്ട് കേട്ടോ. കേൾക്കുന്നവർക്ക് ഇപ്പൊ ഹിന്ദിക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി എന്താ പറയാ നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ മാക്സിമം നമ്മൾ തുമ്മോ അല്ലെങ്കിൽ ആപ്പോ വെച്ചിട്ട് സംസാരിച്ച് പഠിക്കാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ആപ്കൽ ജൽദി ആനാ ഹെ, അവിടെ ഉദ്ദേശിക്കുന്നത് താങ്കൾ നാളെ നേരത്തെ വരണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ നേരത്തെ എന്ന് പറയാനും അല്ലെങ്കിൽ വേഗം എന്ന് പറയാനും എന്ത് വരുന്നുണ്ട്, ഈ ജൽദി എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഇനി നമുക്ക് അറിയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ വലിയൊരു കടമ്പയായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പാസ്റ്റ് എങ്ങനെ പറയണം, പ്രസന്റ് എങ്ങനെ പറയണം, ഫ്യൂച്ചർ എങ്ങനെ പറയണം എന്നൊക്കെ, ഇതിനൊക്കെ ചെറിയ ചെറിയ ടെക്നിക്സ് ഉണ്ട്. അതൊന്നും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊക്കെ എവിടെയാ വ്യത്യാസം വരുത്തുന്നത്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വേർബ്സ് അല്ലേ, ആ വേർബില് അല്ലെങ്കിൽ ക്രിയകളിലാണ് നമ്മൾ ഇതിന്റെ മാറ്റങ്ങൾ വരുത്തി സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ആന എന്ന വാക്ക് എന്താണ്? വരിക അല്ലെ. ആന എന്ന് പറഞ്ഞ വരിക. അപ്പൊ അതിന്റെ ഞാൻ കട്ടിയത് യായ ആക്കിയപ്പോ അത് പാസ്റ്റ് ഫോം ആയി, ആയ, വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക. ഖാന എന്നാണ്, പക്ഷെ ഖാന എന്ന് പറഞ്ഞാലും മതി കേട്ടോ. ഖാന എന്ന് പറയുന്നത് കഴിക്കുക. ഞാൻ കട്ട് ചെയ്തു, യായാക്കി, ഖായ, കഴിച്ചു. നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. അനാ കട്ട് ചെയ്തോ, യായാക്കിക്കോ, പാസ്റ്റായി, നഹായ, കുളിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇത് മാത്രമാണോ പാസ്റ്റ് രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പല രീതിയിലും പറയാം. പക്ഷെ ഇപ്പൊ നഹാലിയ എന്നൊക്കെ പറയാം. പക്ഷെ നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെക്കുക ആദ്യം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഉറങ്ങുക എന്ന് എങ്ങനെയാ പറയാ? സോന അല്ലെ, സോന. അപ്പൊ അനാ കട്ട് ചെയ്തു, യാ ആക്കി, സോയാ, ഉറങ്ങി എന്ന് പറഞ്ഞതാണ്. എല്ലാത്തിലും നാ കട്ട് ചെയ്ത് യാ ആക്കി കഴിഞ്ഞാൽ ശരിയാവോ? അതും ഇല്ല കേട്ടോ. നോക്കിക്കോ, ബൈഠ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരിക്കുക എന്നാണ്. ബൈഠ്ന, ഇരിക്കുക. അപ്പൊ ഇരുന്നു എന്ന് പറയാനായിട്ട് നാ കട്ട് ചെയ്ത് യാ ആക്കുമ്പോ എന്തോ ബൈഠിയാന്നാവും അല്ലെ. അതിന്റെ ആവശ്യമില്ല, ബേട്ട എന്ന് പറഞ്ഞാൽ ഇരുന്നു, ബേട്ട. ഓക്കെ, ബൈറ്റ്ലിയ എന്ന് പറയും കേട്ടോ. അത് വേറെ രീതിയിലാണ്. നിങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള രൂപമാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. ബേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഇനി ഓടുക എന്ന് പറയാൻ ധൗഡന അല്ലെ. ധൗഡനയുടെ നാ കട്ട് ചെയ്തിട്ട് ആ സൗണ്ടിലേക്ക് മാറ്റുമ്പോ ധൗഡ എന്നാ പറയാം. ഓടി, ധൗഡ, ഓടി എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എവിടേക്കാണ് യാ കയറി വരുന്നത്. ചിലതിൽ യാ കയറി വരില്ല. അപ്പൊ അതൊന്ന് കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ തന്നെ ചിലതിന് മാത്രം, വളരെ ചിലതിന് മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആനയുടെ നാ കട്ട് ചെയ്ത് ആയാന്നാക്കി അല്ലെ, വന്നു. അപ്പൊ പോവുക എന്ന് പറയുന്നിടത്ത് ജാന എന്നാണ് അല്ലെ. ജാന എന്നുള്ള വാക്കാണ് പോവുക. അവിടെ നാ കട്ട് ചെയ്ത് യായാക്കി എന്തായി? ജായ എന്നായി അല്ലെ. അങ്ങനെ ജായ എന്നൊരു വേർഡ് ഹിന്ദിയിലില്ല. ആകെ പറയാനുള്ളത് ഇതാണ്, ജാന എന്ന വാക്കിന്റെ പാസ്റ്റ് ഫോം എൻ്റയർലി ഡിഫറെന്റ് ആണ്, ഗയ എന്നാണ്. ഓക്കെ, അതെങ്ങനെയാ പഠിക്കാൻ? ബൈഹാർട്ട് ചെയ്തോ, വേറെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, ജാന എന്ന് പറഞ്ഞ ഗയ. അതുപോലെ ചെയ്യുക എന്നുള്ള വാക്കിന് എന്താ നമ്മൾ പറഞ്ഞത്?
കർണ അല്ലെ, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പൊ ചെയ്തു എന്ന് പറയാനായിട്ടോ ഇതായിട്ടൊരു കണക്ഷനും ഇല്ല, കിയ എന്നുള്ളതാണ്. കിയ എന്ന് പറഞ്ഞ ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2-3 സെന്റൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആവും. കർണയുടെ പാസ്റ്റ് ഫോം കിയ എന്നാണെന്നും ജാനയുടെ പാസ്റ്റ് ഫോം ഗയ എന്നുള്ളതാണെന്നും. ഓക്കെ, ഇനിയിപ്പോ ഒരു സെന്റൻസ് പറയാം. ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു എങ്ങനെയാ പറയാ? മേം ഖായ അല്ലെ, അല്ലെങ്കിൽ ഖാലിയ എന്നൊക്കെ പറയും കേട്ടോ. നമ്മളിപ്പോ പഠിച്ച ഫോം പാസ്റ്റിൽ ഇങ്ങനെയാണ്, ഖായ എന്നാണ്. അപ്പൊ അത് മാത്രം മനസ്സിലാക്കുക. മേ ഖായ എന്ന് പറയുമ്പോ പക്ഷെ അവിടെ ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. മേനെ ഖായ എന്നാണ് പറയാ. ഓക്കെ, പാസ്റ്റില് നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ പാസ്റ്റിലും നമുക്ക് ഈ നേ കൂട്ടി പറയുന്നില്ല. ഏതോ ആണോ വ്യക്തിയെ സബ്ജക്റ്റ്, മേ ആണോ വോയാണോ അല്ലെങ്കിൽ ആരാണോ ആ വ്യക്തിയുടെ കൂടെ ഒരു നേ കൂട്ടി പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഡൗട്ടായിട്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ തോന്നാവുന്നതാണ്. കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ മേയുടെ കൂടെ നേ വരും, അല്ലെങ്കിൽ അവൻ അത് ചെയ്തു. ഉസ്നെ വോ കിയാന്ന വരും. അവിടെ ഉസിന്റെ കൂടെ നേ കൂട്ടി പറയുന്നുണ്ട്. അപ്പൊ ആ ഡൗട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരും. അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞു പോകുന്നത് കേട്ടോ. അത് നമ്മൾ പാസ്റ്റിൽ മാത്രം സംസാരിക്കുന്നതാണ്. ആ മേ ഖായ എന്നല്ല, മേനെ ഖായ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അത് മുന്നോട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി 1-2 ഡൗട്ട് കൂടി ക്ലിയർ ചെയ്ത് പോവാ കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ, ആന എന്നുള്ള വാക്കിന് ആയ, അതാണ് പാസ്റ്റ് ഫോം. ഇനി ഓ ആകയ എന്ന് കേൾക്കാം. എന്താണ് ഓ ആകയ എന്ന് പറഞ്ഞാലും വന്നു തന്നെയാണ് കേട്ടോ. ഓ അവൻ വന്നു എന്ന് പറയുന്ന ഓ ആകയ. ഇനി അതിന്റെ സ്ത്രീലിംഗ വേർഡാണ് ആകയി. ഓക്കെ, അവളാണ് വന്നെങ്കിൽ ഓ ആകയി എന്ന് പറയും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഇതൊക്കെ മാറി മാറി കേൾക്കാം. അല്ലാണ്ട് ഒരു ഫോം മാത്രമല്ല നമുക്ക് പാസ്റ്റിലുള്ളത്. പക്ഷെ അതൊക്കെ തുടക്കക്കാർക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഒരു ഫോം മാത്രമുള്ള പറഞ്ഞത് കേട്ടോ, ആയ എന്നുള്ളത്. ഇനിയിപ്പോ ഗയ എന്ന് പറഞ്ഞു അല്ലെ. ജാനയുടെ പാസ്റ്റ് ഫോം എന്താണ്? ഗയ. പക്ഷെ വോ ചലി ഗയി എന്ന് കേൾക്കാം. ഈ ചലി ഗയി എന്ന് പറയുന്നത് എന്തുട്ടാ? പോയി തന്നെയാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവിടെ ചലി ഗയി എന്ന് പറയും, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ ചലാഗയ എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്ത് കേൾക്കുമ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഇതാണല്ലോ പഠിച്ചേ, ഇതാണല്ലോ വന്നേ. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും എന്താണ്? ഓ ചലാഗയ എന്ന് പറയുന്നതും പോയി എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമ്മൾ ഈ പാസ്റ്റ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഥ ഥേ ഥി എന്നുള്ളത്. ഇപ്പൊ ആയിരുന്നു, വന്നിരുന്നു, ചെയ്തിരുന്നു, പോയിരുന്നു, ഇരുന്നു എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഥായോ ഥേയോ തീയോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ യൂസ് എത്രയേ ഉള്ളൂ? 3ന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഥ എന്നുള്ളത് ആ സൗണ്ട് പുല്ലിംഗത്തിനും, ഥി എന്നുള്ളത് ഈ സൗണ്ട് സ്ത്രീലിംഗത്തിനും. ഇപ്പൊ സ്ത്രീനെ കുറിച്ചാണ് പറയണമെങ്കിൽ അവിടെ തീ യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഥേ എന്ന് പറയുന്നത് ബഹുവചനത്തിനും, ഒരാളായാലും റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഥേയാണ് യൂസ് ചെയ്യുന്നത്. ഹിന്ദിയില് ഒരേ റൂളാണ് ഈ ഒരു കാര്യത്തിന് കേട്ടോ. ആ സൗണ്ട്, ഈ സൗണ്ട്, എ സൗണ്ട്. പോകെ നമുക്കത് മനസ്സിലാവും. ഏതാ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഥ ആ സൗണ്ടും, ഥി ഈ സൗണ്ടും, ഥേ എ സൗണ്ടും അല്ലേ. അപ്പൊ ഈ സൗണ്ട്സ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന് 3ന്റെയും റൂൾ ഒന്നാണ്. എന്താണ് റൂള്? ആ സൗണ്ട് പുല്ലിംഗത്തിനും, ഈ സൗണ്ട് സ്ത്രീലിംഗത്തിനും, എ സൗണ്ട് റെസ്പെക്റ്റിനും ബഹുവചനത്തിനും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. അത് എപ്പോഴും ഡൗട്ട് വരുന്നതാണ്. അപ്പൊ പോയിരുന്നു. ഇപ്പൊ വോ കൽ ആയ ഥ. എന്താണ് വോ കൽ ആയ? നമ്മൾ നേരത്തെ നോക്കിയല്ലേ, പാസ്റ്റ് ഫോമാണ് ആയ എന്ന് പറയുന്നത്. വോ കൽ ആയ, അവൻ ഇന്നലെ വന്നു, അവൻ ഇന്നലെ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ തായുടെ പ്രയോഗം വന്നത്. വോ കൽ ആയ ഥ. ഓക്കെ, ഇനി അത് സ്ത്രീ ആണെങ്കിൽ, അവൾ ഇന്നലെ വന്നിരുന്നു എന്നാണെങ്കിൽ ആ ആയയ്ക്കും നമ്മൾ സ്ത്രീലിംഗ രൂപം കൊടുക്കണം. ഇപ്പുറത്ത് തീയും വന്നു, വോ കൽ ആയി ഥി. അവനാണെങ്കിലും അവളാണെങ്കിലും നമ്മൾ എന്താ യൂസ് ചെയ്തേ? വോയാണ് പറഞ്ഞേ അല്ലെ, വഹ്. അതാണ് കേട്ടോ. വോക്കൽ ആയി ഥി, അവൾ ഇന്നലെ വന്നിരുന്നു എന്ന് പറയാനാ. ഇനി അവർ ആണെങ്കിൽ വേക്കൽ ആയേത്തെ. അവിടെ നമ്മള് ആയ, ആയി, ആയേന്നാക്കി അല്ലെ. ആയേ എ സൗണ്ട് കൊടുത്തു. നമ്മൾ ആ വെർബിനും എ സൗണ്ട് കൊടുത്തു. പിന്നെ ആ താത്തേ ഥി അല്ലെ, അതിനും വ്യത്യാസം വന്നു. അവിടെ എന്ത് വന്നു? എ സൗണ്ട് വന്നു. എന്തുകൊണ്ടാ? വേക്കൽ ആയേത്തെ, അവർ ഇന്നലെ വന്നിരുന്നു. അവർ എന്നുള്ളത് ബഹുവചനായതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? എ സൗണ്ട് കൊടുത്തു.
ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇതുപോലെ തന്നെയാണ് റെസ്പെക്റ്റിൽ സംസാരിക്കുള്ളൂ. ഈ സെയിം റൂൾ തന്നെയാണ് അവിടെ നമ്മൾ എന്ത് സൗണ്ട് കൊടുക്കണം? എ സൗണ്ട്. പപ്പ കൽ ആയേ ഥേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സിംഗുലർ ആണ്, എന്നാൽ പോലും നമ്മൾ റെസ്പെക്ട് കൊടുത്തിട്ട് ഇവിടെ എ സൗണ്ട് കൊടുത്തു. ഓക്കെ, പപ്പ കൽ ആയേ ഥേ. ഇതാണ് ഇതിന്റെ റൂള്. പോകെ പോകെ ഒത്തിരി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഈ ആ സൗണ്ടും ഈ സൗണ്ടും എ സൗണ്ടും. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. ഇനിയിപ്പോ തെറ്റിപ്പോയി സംസാരിക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, അർത്ഥത്തിനൊന്നും വ്യത്യാസം വരില്ല കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രസന്റ്. ഞാനിപ്പോ പറയുന്നത് പാസ്റ്റിൽ തന്നെ നമ്മൾ ടെൻസ് ഒക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി പല രീതിയിലും പറയാനുണ്ട്. അതൊന്നും അല്ല ഇപ്പൊ പറയുന്നത്, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇപ്പൊ സീരീസ് അറ്റൻഡ് ചെയ്ത് വരുന്നവർക്ക് ഒരു റിവിഷൻ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി നമുക്ക് സംസാരിക്കാൻ. അതല്ലാതെ എല്ലാ ടെൻസും പഠിച്ചിട്ട് ഒന്നും നമ്മൾ സംസാരിക്കണ്ട. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ടെൻസിൽ പ്രസന്റ് അല്ലേ? ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതാണ്. അത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇതാണ്: രഹ, രഹേ, രഹി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഥ, തേ, തി സെയിം പ്രയോഗം തന്നെയാണ്. ആ സൗണ്ട്, ഈ സൗണ്ട്, എ സൗണ്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. രഹ എവിടെ വരുന്നു? പുല്ലിംഗ ശബ്ദത്തിൽ അല്ലെ. അതുപോലെ രഹി എവിടെ വരുന്നു? ഒരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ രഹി വെച്ച് പറയുന്നു. രഹ എന്നുള്ളത് റെസ്പെക്റ്റും അതുപോലെ ബഹുവചനം. ക്ലിയർ ആയല്ലോ? ഇപ്പൊ ഒരു സെന്റൻസ്: അവൻ വന്നുകൊണ്ടിരിക്കുക. അവൻ വന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ, പ്രസന്റ് ആണ് അല്ലെ. വോ ആ രഹാ ഹേ. ആനയല്ലേ വരിക എന്ന് പറയുന്നത്? ആന എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആനയുടെ ആ മാത്രമാണ് നമ്മൾ എടുത്തത്. പിന്നെ അതിന്റെ കൂടെ എന്ത് കൂട്ടി? രഹ കൂട്ടി അല്ലെ. വോ ആ രഹാ ഹേ. അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവളാണെങ്കിൽ വോ ആ രഹി ഹേ, അത്രേ ഉള്ളൂ. വേ ആ രഹേ ഹേ. അവരാണെങ്കിൽ അവിടെ എ സൗണ്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി അവൻ കുളിക്കുകയാണ്, എങ്ങനെയാ പറയണേ? അവൻ കുളിച്ചുകൊണ്ടിരിക്കുക. വോ നഹാ രഹാ ഹേ. അവൻ കുളിക്കുകയാണ്. വോ നഹാ രഹാ ഹേ. ഇനി കുട്ടികൾ കളിക്കുക, കുട്ടികൾ അല്ലെങ്കിൽ അവര് കളിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പറയാം? അവരാണ് അല്ലെ. വേ ഖേൽ രഹേ ഹേ. എ സൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വേ ഖേൽ രഹേ ഹേ. ഇവിടെ നമുക്ക് ഹേക്ക് ഒരു കുത്ത് വരുന്നുണ്ട്, ശ്രദ്ധിച്ചു പോവുക. നിങ്ങൾ അത് പഠിച്ചെടുക്കേണ്ട കാര്യമൊന്നുമല്ല. എന്നാലും എന്താ ഞാൻ പറഞ്ഞത്? ഹേ, കുത്തുള്ള ഹേ. പ്ലൂരൽ ആകുമ്പോഴാണ് നമ്മളവിടെ കുത്തുള്ള ഹേ വെക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കാൻ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ രഹ, രഹേ, രഹി കൂട്ടി പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇനി മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫ്യൂച്ചർ അല്ലെ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? പാസ്റ്റിൽ പറയുന്ന കാര്യവും അതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഇനി വരാൻ പോകുന്ന കാര്യം നോക്കണം അല്ലെ. ഫ്യൂച്ചറിൽ ഇപ്പൊ അവൻ നാളെ പോകും, പോയിട്ടില്ല അല്ലെ, പോകും എന്നാ പറയുന്നത്. അപ്പൊ എന്താണ്? वो कल जाएगा എന്നാ പറയാം. ഇവിടെ ഫ്യൂച്ചർ പറയുമ്പോൾ മാത്രം കുറെ ഡൗട്ട് എല്ലാവർക്കും വരാം കേട്ടോ. ഈ പോകും എന്നുള്ള വാക്കിനെ പല പല രീതിയിൽ പറയണേക്കാം. ജായേഗ, ജാവൂങ്ക, ജാവൂങ്കി, ജായേങ്കെ എന്നൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം എന്താണ്? പോകും എന്നുള്ളതാണ്. നിങ്ങൾ മിക്സ് ചെയ്ത് സംസാരിച്ചു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ ഞാൻ നാളെ പോകും എന്ന് പറയേണ്ടടുത്ത് മേങ്കാൽ ജായേഗ എന്നാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗ്രാമറിന്റെ ഒരു വശമുണ്ട്. മേം പറയുമ്പോൾ ഉങ്ക സൗണ്ട് ആണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ സീരീസ്, നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ സീരീസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. അറ്റൻഡ് ചെയ്യാത്തവര് ഈ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സീരീസ് ഒന്ന് കാണണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ഈ പോകും എന്ന് പറയുന്നതിന് 3 സെറ്റ് ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം: ഞാൻ നാളെ പോകും എന്ന് പറയുമ്പോൾ മേങ്കൽ ജാവൂങ്ക എന്നാ പറയാം. അപ്പൊ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ജാവൂങ്കി എന്നാ പറയുന്നത്. ഓക്കെ. ഇവിടെ അവൻ നാളെ പോകും എന്നാണെങ്കിൽ വോക്കൽ ജായേക എന്നാ പറയുന്നത്. അവിടെ ജാവൂങ്ക എന്നല്ല പറഞ്ഞ കേട്ടോ, ജായേക. ഇനി അവൾ നാളെ പോകുന്നതാണെങ്കിൽ വോക്കൽ ജായേഗി എന്നാ പറയുന്നത്, ജായേഗി. മനസ്സിലാവുന്നുണ്ടോ? അവർ നാളെ പോകുന്നതാണെങ്കിൽ വേക്കൽ ജായേങ്കെ. ഇനി അവര് സ്ത്രീകളാണെങ്കിൽ വേക്കൽ ജായേങ്കി. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? വേറെ ഒന്നുമല്ല, പറയുന്ന ഓരോ സെന്റൻസിലും ഈ ബാക്കിൽ വരുന്ന ആ ഒരു വെർബിന് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യം കേട്ടോ. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് മാറിപ്പോയി പറയുന്ന സമയത്ത് എന്ന് വെച്ചിട്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും പ്രശ്നമല്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിലല്ല, ഇനിയിപ്പോൾ മുന്നോട്ട് എത്ര പോയാലും മാറിപ്പോയെന്ന് വെച്ചാൽ അർത്ഥത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒന്ന് മനസ്സിലാക്കി അല്ലേ? കുറച്ച് സെന്റൻസുകൾ പറഞ്ഞാലോ.
ആ അവൻ ഇന്നലെ വന്നു. എങ്ങനെയാണ്? വോകൽ ആയ അല്ലെ, പാസ്റ്റ് ആണ്. അവൻ ഇന്നലെ വന്നു. ഞാൻ അവിടെ ഇന്നലെ പോയിരുന്നു. എങ്ങനെ പറയാം? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ആ മേകൽ വഹാ ഗയാ ത അല്ലെങ്കിൽ ഗയി തി. ഓക്കെ, പോയിരുന്നു. അവിടെ ആ തായുടെ പ്രയോഗം വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഇനി ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അല്ലെ. ഞാൻ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ പറയാ? മേം ഓഫീസ് മേ അല്ലെങ്കിൽ ഓഫീസ് ജാ രഹാ ഹും. സ്ത്രീയാണ് പോണെങ്കിൽ ജാ രഹി ഹും. മേം പറയുമ്പോ പ്രസന്റ് നടക്കുമ്പോ എന്ത് പറയണം? ഹും പറയണം. അത്രേ ഉള്ളൂ. ഓക്കെ, അവിടെ ഹേ അല്ല പറഞ്ഞ്, കാരണം മേ ആയതുകൊണ്ടാണ്. മേ ഓഫീസ് ജാ രഹാ ഹും. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെ പറയാം? ഇപ്പൊ നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേ മാച്ച് ദേഖ് രഹാ ഹൂം. മേ ആണ് പ്രസന്റിലായതുകൊണ്ട് ഹും പറഞ്ഞു. ഓക്കെ, മേ മാച്ച് ദേഖ് രഹാ ഹൂം അല്ലെങ്കിൽ ദേഖ് രഹി ഹൂം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതുപോലെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതേ വരുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുക അല്ലെ. എങ്ങനെ പറയാ? മേ ഖാന ഖാ രഹാ ഹൂം. മേ ഖാന ഖാ രഹാ ഹൂം. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ. ഇനി നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് സെന്റൻസ് നോക്കാം കേട്ടോ. പാർട്ടി 6 മണിക്ക് തുടങ്ങും. ഓക്കെ, തുടങ്ങുക എന്ന് പറയുന്നതിന് ശുരു കർണ കേട്ടോ, അല്ലെങ്കിൽ ശുരു പോവുക എന്നും പറയാം. ഇപ്പൊ എന്താ പറഞ്ഞ? പാർട്ടി 6 മണിക്ക് തുടങ്ങും. ഇവിടെയുണ്ട് ഹോഗ, ഹോഗി, ഹോഗി ഒക്കെ കേട്ടോ. സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ നോക്കി വെക്കുന്നതാണ്. ഓക്കെ, പാർട്ടി 6 ബജെ ശുരു ഹോഗി എന്ന് പറയാം. പാർട്ടി 6 ബജെ ശുരു ഹോഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് തുടങ്ങും എന്ന് പറയുന്നതാ. ഇനി അതുപോലെ എനിക്ക് നാളെ സാലറി കിട്ടും. എനിക്ക് നാളെ സാലറി കിട്ടും. മുझे कल സാലറി മിലേഗ. സാലറിന്റെ സാലറി എന്ന് പറയാം, അല്ലെങ്കിൽ വേതൻ എന്ന് പറയാം കേട്ടോ. മുझे कल വേതൻ മിലേഗ. എനിക്ക് നാളെ സാലറി കിട്ടും എന്ന് പറയുന്ന. ഇനി അതുപോലെ ഞാൻ നാളെ പിക്നിക്കിന് പോകും എന്ന് പറയത്തില്ല. ഞാൻ നാളെ പിക്നിക്കിന് പോകും. मैं कल പിക്നിക് ജാവൂങ്ക. ഇവിടെ നമ്മൾ മേ വന്നു, അതുകൊണ്ട് ഹുമൊന്നും വന്നില്ല അല്ലെ. ഞാൻ പറഞ്ഞു പ്രസന്റിലാണ്, അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് എന്ത് വരുന്നത്? മേ എന്ന് പറയുമ്പോൾ അവിടെ ഹുമ്മ് വരുന്നത്. മേ കൽ പിക്നിക് ജാവൂങ്ക അല്ലെങ്കിൽ ജാവൂങ്കി. മനസ്സിലാവുന്നില്ല? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കാവുന്നതേ ഉള്ളൂ ഈ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലോട്ട് കയറി വരുന്ന കുട്ടി കുട്ടി ഗ്രാമറുകളുണ്ട് ഹിന്ദിയിൽ കേട്ടോ. ഇതെല്ലാം സെന്റൻസുകളിലൂടെയാണ് നമുക്ക് കയറി വരുന്നത്. അങ്ങനെയുള്ള കുട്ടി കുട്ടി ഗ്രാമറിനെ നമ്മൾ സെപ്പറേറ്റ് നോക്കാൻ പോവാ കേട്ടോ. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മേ, പർ, ബി, സേ, ഫിർ, നാ, തോ, കാ, കെ, കി, കോ, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസുകളിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ മേം എന്നുള്ള വാക്ക്. മേം എന്ന് പറയുന്നത് ഇൽ അല്ലെങ്കിൽ മുകളിൽ എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പേന മേശമേ നമ്മൾ പറയത്തില്ല, മേശമേ, മേശയുടെ മുകളിൽ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. മേജുമേ ഹേ എന്നാ പറയാം. ഉണ്ട് ഹേ. ഓക്കെ, മേജുമേ ഹേ. അമ്മ വീട്ടിലുണ്ട്. ഗർമേ ഹേ. മനസ്സിലാവുന്നുണ്ടോ? ഗർമേ ഹേ. അല്ലെങ്കിൽ ആ ഡബ്ബയിലുണ്ട്. ഡിബേമേം ഹേ. ഇൽ എന്നുള്ള അർത്ഥം വരുന്നത്. മനസ്സിലാവും? ഉള്ളിൽ എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, അല്ലെങ്കിൽ മുകളിൽ. ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മേം എന്നാണ്. അപ്പൊ ഈ മാമിന്റെ പ്രത്യേകത എന്താണ്? ഒരു വരയുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു പോവാട്ടാ. 2 വരയുണ്ടെങ്കിൽ മേളിൽ 2 വര ഒരു കുത്താണെങ്കിൽ എന്താണ് മേമിന്റെ അർത്ഥം? ഞാൻ എന്നാണ് അല്ലെ. ഇവിടെ മേമിന് ഒരു വരയെ ഒരു കുത്തുള്ളൂ. ഹിന്ദിയിൽ ചില വാക്കുകളൊക്കെ അങ്ങനെയാട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹേയ്ക്ക് കുത്തില്ലാത്തത് കൊണ്ട് കുത്തുള്ളത് കൊണ്ട് 2 2 അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വരെയുള്ള മേയുണ്ട്, 2 വരെയുള്ള മേയുണ്ട്. ഓക്കെ, ഇനി അതുപോലെ ഈ സെയിം മീനിങ് ആയിട്ട് വരുന്ന മറ്റൊരു വാക്കാണ് പർ കേട്ടോ. പർ എന്ന് പറയുന്നതും ഇപ്പോ ഞാൻ TV കണ്ടു എന്ന് പറയുമ്പോ TV മേം ദേക്കാന്നും പറയാം, അല്ലെങ്കിൽ TV പർ ദേക്കാന്നും പറയാം. മനസ്സിലാവുന്നുണ്ടോ? മേ TV പർ ദേക്കാം, ഞാൻ TV കണ്ടു എന്ന് പറയുന്ന. അപ്പൊ ഈ മേക്ക് പര യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ മേജ് പർ ഹേ, മേശമേൽ ഉണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. മേജ് പർ ഹേ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ യൂസ് ഏകദേശം ഒരുപോലെയാണ്. എങ്കിൽ പോലും ഈ പറിന് മറ്റൊരർത്ഥം കൂടി വരുന്നുണ്ട്. അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ. പക്ഷേ എന്ന് പറയാനായിട്ട് നമ്മൾ ഈ പർ യൂസ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഈ പർ പറയാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മേ എന്ന് പറയുന്ന പോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറും യൂസ് ആവുന്നുണ്ട്.
ഓക്കെ, ഇനി അടുത്ത വാക്കാണ് ബി. ഈ ബി എന്ന് പറയുന്നത് കൂടെ എന്നുള്ള അർത്ഥത്തിലുണ്ടല്ലോ, സാത്മേം എന്നുള്ള അർത്ഥമല്ല, ഇത് കൂടെ അല്ലെങ്കിൽ ഇത് കൂടി എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ഞാനും കൂടെ വരുന്നു അല്ലെങ്കിൽ ഞാനും കൂടി, ചിലയിടത്ത് അത് കൂടെ പറയും, ചിലയിടത്ത് അത് കൂടി പറയും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് അതനുസരിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് ക്ലിയർ ആവത് എന്താന്ന്, ഞാനും കൂടെ വരുന്നു എന്ന് പറയത്തില്ലയോ, മേ ബി ആ രഹാഹു അല്ലെങ്കിൽ ആ രഹീഹു. ഓക്കെ, മേ ബി ആറാവും, മനസ്സിലാവുന്നല്ലോ. മേ ബി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലയോ, മേ ബി ആ റഹാഹും എന്നാണ് പറഞ്ഞത്. പക്ഷെ സ്പീഡിൽ പറയുമ്പോ എന്താ നമ്മൾ കേട്ടെ, മേ ബി ആറാവും. അവിടെ ആ രഹാഹും എന്നൊക്കെ നിർത്തി നിർത്തി പറയണ്ട. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ്, ഇത്തിരി സ്പീഡില് പകുതി കാര്യങ്ങളും കേൾക്കത്തില്ല, അതാണ്. പക്ഷെ അവിടെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്, പക്ഷെ നമ്മൾ പറയുന്നില്ല എന്നുള്ളതില്ല. ആക്ച്വലി നമ്മളത് പറയുന്നുണ്ട്, കേൾക്കുന്നവർക്ക് അത് കേൾക്കാത്തത് കൊണ്ടാണ്. പലരും പറയാറുണ്ട് ഹിന്ദി സംസാരിക്കുമ്പോൾ എഴുതണ പോലെ പറയേണ്ട ആവശ്യമില്ലെന്ന്. നമ്മൾ എഴുതണ പോലെ പറയേണ്ട ആവശ്യമില്ല, അതങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾക്ക്. നമ്മളിങ്ങനെ എന്താ പറയാ, തുടക്കക്കാർക്ക് നമ്മൾ എഴുതി മേ ബി ആ രഹാവും എന്നവർ പറയുന്നത് കൊണ്ടാണ് അത് എഴുത്ത് രീതി പോലെ തോന്നുന്നത്. ഇപ്പൊ നമ്മൾ പറയുമ്പോ സ്പീഡിൽ പറയുമ്പോ മേ ബി ആരാവും ആ രഹാവും എന്ന് പറയുന്നുണ്ട്, പക്ഷെ ആ ഒരു സ്പീഡിൽ കേൾക്കുന്നവർക്ക് അത്ര കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, മേ ബി ആരാഹാവും എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനും കൂടെ വരുന്നു എന്നാ. ഇനി എബി ലേലോ, അവിടെ എന്താ പറഞ്ഞേ, ഇതുകൂടി എടുത്തോളൂ. എബി ലേലോ, ഇതും കൂടെ എടുത്തോളൂ. അപ്പൊ അവിടെയാണ് ബി എന്ന വാക്കിന്റെ യൂസ് വരുന്നത്. ക്ലിക്കായോ? ഇനി അടുത്ത വാക്കാണ് ഓറും ഓറും. ഇതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ മേ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ഒരു വരെയുള്ളതും അതുപോലെ രണ്ട് വരെയുള്ളതും, രണ്ടിന് രണ്ട് അർത്ഥമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ രണ്ട് വരെയുള്ളതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഓർ എന്ന് പറയുമ്പോ ആൻഡ് എന്നുള്ള അർത്ഥത്തില, ഇതും ഇതും, ചായയും കാപ്പിയും, ചായ ഓർ കോഫി എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ ആൻഡ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലെ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ഒരു ഭാഗമാണിത്. ഇംഗ്ലീഷിൽ നമ്മൾ അല്ലെങ്കിൽ എന്ന് പറയും അല്ലെ, ഓറിനെ. ഇവിടെ അതല്ല, ആൻഡ് ആണ് അർത്ഥാക്കേണ്ടത് കേട്ടോ. ഓർ ഇപ്പൊ രാജുവും രാധയും, രാജു ഓർ രാധ എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഒരു വരെയുള്ള ഓർ എന്ന് ഉദ്ദേശിക്കുന്നത് വശം എന്നാണ്. വശം ഇപ്പൊ നമ്മുടെ ഇടതുവശം അല്ലെങ്കിൽ വലതുവശം എന്നൊക്കെ പറയത്തില്ലയോ, സൈഡ്, അതാണ് ഓർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇടതും വലതിനും എങ്ങനെയാ പറയാ, ബായേ ധായേ എന്ന് പറയാം അല്ലെ. ബായ എന്ന് പറഞ്ഞ ലെഫ്റ്റും, ധായ എന്ന് പറഞ്ഞ റൈറ്റും ആണ്. അപ്പൊ അതാണ് ഈ ഓറും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തൊരു വാക്കാണ് ഫിർ. ഫിർ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ ഫിർ മിലേങ്കെ ഒരു മെയിൻ ആയിട്ടൊരു വേർഡ് ആട്ടോ, ഒരു സെന്റൻസ് ആണ് ഹിന്ദിയിലെ. ഫിർ മിലേങ്കെ, വീണ്ടും കാണാം എന്ന് പറയുന്ന. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മക്കളോടൊക്കെ പറയും അല്ലെ, ഹോംവർക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ ഫിർസെ കരോ, വീണ്ടും ചെയ്യേ എന്ന് പറയുന്ന. അപ്പൊ ഇവിടെ വീണ്ടും കാണാന്ന് പറഞ്ഞ് നമ്മൾ ഫിർ മിലേങ്കെ, പിന്നീട് കാണാമെന്നാണെങ്കിലോ ബാദമേം മിലേങ്കെ എന്നാണ് കേട്ടോ. അവിടെ ബാദമേം എന്നുള്ള വേർഡ് നിങ്ങൾ മനസ്സിലാക്കിക്കും. ബാദമേ എന്ന് പറയുന്നത് പിന്നീട് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഫിർ ആണ് അല്ലെ. ഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇനി മറ്റൊരു വാക്കാണ് തോ എന്നുള്ളത്. തോ, ഈ തോയുടെ പ്രയോഗം ഇങ്ങനെയാട്ടോ, ആണെങ്കിൽ എന്ന് പറയത്തില്ല, അതാണ് ഈ തോ. ഇപ്പൊ എസേ ഹേത്തോ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല. എസേ ഹേത്തോ മെനയാവുങ്കി, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ആണെങ്കിൽ, അവിടെ എങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ തോയുടെ യൂസ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നീ വരുവാണെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ വരുവാണെങ്കിൽ ഞാൻ വരാം എന്ന് പറയത്തില്ല. താങ്കൾ വരുവാണെങ്കിൽ ഞാൻ വരാം. പാവോഗേത്തോ മേ ആവുങ്കി, അല്ലെങ്കിൽ ഞാനും വരാം അല്ലെങ്കിൽ ഞാനും കൂടെ വരാം എന്നാണെങ്കിൽ മേ ബി ആവോങ്കി അല്ലെങ്കിൽ ആവോങ്ക. പാവോഗേത്തോ, താങ്കൾ വരികയാണെങ്കിൽ മേ ബി ആവോങ്കി, ഞാനും കൂടെ വരാം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ തോ എന്ന വാക്കിന്റെ യൂസ്. ഇനി അതുപോലെ മറ്റൊരു വാക്കാണ് ഈ ന എന്ന യൂസ് കേട്ടോ. ഈ ന എന്ന് പറയുന്നത് നഹി എന്ന് പറയാനും. അപ്പൊ ആരൊക്കെയാ, താങ്കൾ വരുന്നുണ്ടോ, ന അങ്ങനെ പറയുന്നത് നഹി എന്നുള്ളൊരു യൂസിനാട്ടോ. ഇല്ല എന്ന് പറയുന്നതിനും ചില ആൾക്കാർ ഈ ന യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാതെ നമുക്കൊരു ഫ്ലോയിൽ സംസാരിക്കാനായിട്ട്, ഇപ്പൊ തുംകലാവോഗേനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നീ നാളെ വരില്ലേ എന്ന് ചോദിക്കുന്നതാ. തുംകൽ ആവോഗേനാ, മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു ഫ്ലോയ്ക്ക് നമ്മൾ ഈ നായിൽ വെച്ച് ഒത്തിരി സംസാരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡായിട്ട് ഈ നാ എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇതുപോലെ ചെയ്യണമല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഇതുപോലെ ചെയ്യണമല്ലേ, ഏസേ കർണാ ഹേന, മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ഈ നായുടെ യൂസ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ,
ऐसे है ना ऐसे है ना മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ ഒത്തിരി നമ്മൾ കേൾക്കാൻ പറ്റും ഈ നാ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ഫ്ലോ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഫ്ലോയാണ് ഈ ന എന്ന വേർഡിന്റെ യൂസ്. ക്ലിയർ ആയില്ലേ? ഇനി അതുപോലെ ഒത്തിരി അർത്ഥമുള്ള ഒരൊറ്റ വേർഡ് ഉണ്ട് അല്ലെ. നമ്മളൊരു ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സീരീസിലെ 45th ക്ലാസ് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് 45 ആണ് കേട്ടോ. ആ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സേ എന്ന വാക്കിന്റെ യൂസ്. സേ പലതരത്തിൽ നമ്മൾ ഈ സേനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. കൊണ്ട്, നോട്, ലോഡ്, യോട്, അതുപോലെ ഇൽ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല അർത്ഥങ്ങളും വരുന്ന ഒരു വേർഡാണ് ഈ സേ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്നിപ്പോ ഞാൻ പറയാം, പക്ഷെ നമ്മുടെ സീരീസിൽ ഈ ഒരു സേയുടെ മാത്രം ക്ലാസ് ഉണ്ട്, നിങ്ങൾ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ സേ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇൽ നിന്നും എന്നുള്ളൊരു വേർഡാണ്. ഇൽ നിന്നും. മേ കേരള സേ ഹും എന്ന് പറഞ്ഞപ്പോ എന്തായി? ഞാൻ കേരളത്തിൽ നിന്നുമാണ്. അപ്പൊ ഞാൻ അവിടെ നിന്നുമാണ്, ഇവിടെ നിന്നുമാണ്. വഹാസേലേലോ എന്ന് പറഞ്ഞപ്പോ എന്താ? വഹാസേ അവിടെ നിന്നും. മനസ്സിലാവുന്നല്ലോ? വഹാം എന്ന് പറഞ്ഞാൽ അവിടെ, വഹാസേ അവിടെ നിന്നും എടുക്കൂ എന്ന് പറയുന്ന. ഉപ്പർസേലേലോ മുകളിൽ നിന്നും. അപ്പൊ ഇതാണ് ഇൽ നിന്നും എന്ന് നമ്മൾ ഈ സേന പറയുന്നത്. ഇനി കൊണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ നമ്മൾ ഈ സേ പറയുമ്പോ പേന കൊണ്ട് എഴുതൂ അല്ലെ. അപ്പൊ അവിടെ കൊണ്ട് എന്ന് വന്നു അല്ലെ. കലംസേ ലിക്കോ, കലംസേ ലിക്കോ. അല്ലെങ്കിൽ നന്നായിട്ട് എഴുതൂ എന്ന് പറയുമ്പോഴും അച്ചേസെ ലിക്കോ എന്ന് പറയാം. നന്നായിട്ട് എന്നാണ് അവിടെ അർത്ഥം വന്നത് കേട്ടോ. അച്ചേസെ, അച്ചേസെ ലിക്കോ. അപ്പൊ ഇങ്ങനെ പല അർത്ഥങ്ങളും മാറി മാറി സേക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് കേട്ടോ. ഇനി അതുപോലെ നോട്, യോട് എന്നൊക്കെ പറയുമ്പോ അമ്മയോട് ചോദിക്കൂ, മാസേ പൂച്ചോ, മാസേ പൂച്ചോ. ഇനി അവളോട് പറയൂ, ഉസ്സേ കഹോ, അല്ലെങ്കിൽ അവളോട് ചോദിക്കൂ, ഉസ്സേ പൂച്ചോ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ നോട്, ലോഡ്, യോട് ഇതൊക്കെ ഇതാണ്. അവനോട്, അവളോട്, അമ്മയോട്. ഈ ഒരു വാക്കിലാണ് ഈ നോട്, യോട്, ലോഡൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ സേ എന്ന വാക്കിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സേ എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 45th ക്ലാസ് ആണ്. അപ്പൊ അത് ഡൗട്ട് ഉള്ളവര് അതൊന്ന് പോയി കാണുക. പുതിയ ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു സീരീസ് ഫോളോ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം പഠിച്ചു പോകോളും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ് ഈ ക, കെ, കി. ഇത് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ടാ അല്ലെ. പക്ഷെ നമ്മൾ പറഞ്ഞു പോയ ഒരു റൂൾ ഉണ്ട് അല്ലെ. ആ റൂളാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഡേ ഉടേ എന്നൊക്കെ പറയുന്നതാ. മൂന്നും ഒരേ അർത്ഥം വരുന്നതാണ് അല്ലെ. ഉസ്ക എന്ന് പറഞ്ഞ അവന്റെ അല്ലെങ്കിൽ അവളുടെ, അതിന്റെ എന്നൊക്കെ പറയുന്നതാ അല്ലെ. ഇനി അതുപോലെ ഉസ്കി എന്ന് പറഞ്ഞാലോ അതും സെയിം മീനിങ്ങാ. ഉസ്കെ എന്ന് പറഞ്ഞാലോ അതും സെയിം മീനിങ്ങാ അല്ലെ. പക്ഷെ ഇത് എവിടെ പ്രയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് വരുന്നത്. ഏത് റൂള്? ആ സൗണ്ടും ഈ സൗണ്ടും എ സൗണ്ടും നോക്കി പ്രയോഗിക്കേണ്ടതാണ്. ഇത് പ്രയോഗിക്കേണ്ടത് വേറെ എവിടെയല്ല. ഈ കായും കേയും കീയും കഴിഞ്ഞു വരുന്ന വാക്ക് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ കായാണോ വെക്കേണ്ടത്, കീ ആണോ വെക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളിപ്പൊ കാ വെക്കേണ്ടടുത്ത് കീ വെച്ചോ അല്ലെങ്കിൽ കെ വെച്ചോ സംസാരിച്ചോ എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇതിന്റെ എല്ലാത്തിന്റെ റൂൾ ഞാനിപ്പോ ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. എവിടേക്കാ അറിയാവോ? താ, തേ, തീ എന്ത് വേണേലും വെച്ചോ, സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ എവിടെയാ പറഞ്ഞേ? രഹ, രഹേ, രഹി പറഞ്ഞില്ലേ. ആ സെയിം തന്നെ ഇതും. കാ, കെ, കി. ഇതൊക്കെ നമുക്ക് നല്ല ഫ്ലുവന്റ് ആയി വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇവിടെ കെ വെക്കണമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കാ വെക്കണമായിരുന്നു എന്നൊക്കെ കേട്ടോ. അപ്പൊ ഇതൊന്നും നമ്മൾ പഠിച്ചെടുക്കുന്നവരുടെ ഒരു മിസ്റ്റേക്കും അല്ല. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ സംസാരിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. കേൾക്കുന്നവന് മനസ്സിലാവും. കാരണം എന്താ? അർത്ഥമല്ല ഒന്നല്ലേ. അപ്പൊ ഇവിടെ കാക്കേക്കിന് മാത്രമല്ല ഈ സെയിം റൂള് ഒത്തിരി വേർഡ്സിൽ വരുന്നുണ്ട് ഹിന്ദിയിൽ. ഓക്കെ, ഇതാണ് എല്ലാവർക്കും മുന്നോട്ട് സംസാരിക്കാനായിട്ട് ബ്ലോക്ക് ആയി പോകുന്ന കാര്യം. അയ്യോ ഉസ്ക കലം ഹേ എന്നാണോ പറയണ്ടേ, അല്ലെങ്കിൽ ഉസ്കി കലം ഹേ എന്നാണോ പറയണ്ടേ, അല്ലെങ്കിൽ ഉസ്കെ കലം ഹേ എന്നാണോ പറയണ്ടേ? എന്താ നമ്മൾ പറഞ്ഞേ? അവന്റെ അല്ലെങ്കിൽ അവളുടെ പേനയാണ് എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ എന്താണ് പറയണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ഡൗട്ട്. എന്ത് വേണേലും പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ആക്ച്വലി ഗ്രാമർ വശം നോക്കുകയാണെങ്കിൽ ഉസ്കി കലം ഹേ എന്നാ വരിക. കാരണം എന്താണെന്നറിയോ? ആ കലം എന്നുള്ള വാക്ക് സ്ത്രീലിംഗ വേർഡാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് മുമ്പ് വരുന്ന വാക്കിന് കായിനെ നമ്മൾ സ്ത്രീലിംഗാക്കി മാറ്റി അല്ലെ, കീ ആക്കിയെന്ന് മാത്രം. അത് വളരെ ടൈം എടുത്ത് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാ വാക്കുകളും ഹിന്ദിയിലെ എല്ലാ വാക്കുകളും ഇപ്പൊ ഡോർ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ,
ജനല് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ, വീട് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നൊക്കെ ഇരുന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. പക്ഷെ എന്താ പറയുന്നത്, കുറെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കാനുള്ള ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്, എന്നാൽ അത് 100% സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ അല്ല എന്തായാലും. ഓക്കെ, ഇതെല്ലാം ഞാൻ സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. കാ കേക്കി എന്ന് പറയുന്നത് ഉസ്ക, അവന്റെ, അവളുടെ എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ആ കാ കേക്കിയുടെ യൂസ് വരുന്നത്. ഇതുപോലെ സെയിം റൂളിൽ വരുന്ന കുറെ വാക്കുകളുണ്ട് അല്ലെ. ആപ്ക, ആപ്കി, ആപ്കെ, അതുപോലെ തന്നെ തുമാര, തുമാരെ, തുമാരി, ഇനി കിസ്ക, കിസ്കെ, കിസ്കി, കോൺസ, കോൺസെ, കോൺസി. ഇതുപോലെ എല്ലാ വേർഡുകൾക്കും നമ്മൾ സെയിം റൂളാണ് യൂസ് ചെയ്യുന്നത്. എന്താണ്, സ്ത്രീലിംഗാണെങ്കിൽ ഈ സൗണ്ടും, പുല്ലിംഗാണെങ്കിൽ ആ സൗണ്ടും, റെസ്പെക്റ്റോ ബഹുവചനോ ആണെങ്കിൽ എ സൗണ്ടും. ഇത് ഏത് വേർഡിന്റെ ആയാലും. ഇനി മേര, മേരെ, മേരി, മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി വാക്കുകളുണ്ട് ഈ 3 സൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ എല്ലാം റൂൾ ഒന്നാണ്. നിങ്ങൾ എവിടെ സ്റ്റക്കായി പോകണ്ട. ഇതിൽ നിങ്ങൾ ഏത് മിക്സ് ചെയ്ത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും പറയണ കാര്യം, എനിക്ക് വരുന്ന ഒരു 90% കമന്റിലും ഇതാണ്. ഇവിടെ കിസ്ക വെക്കണോ അല്ലെങ്കിൽ കിസ്കെ വെക്കണോ, കിസ്കി വെക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടാ പറയാം ക്വസ്റ്റ്യൻ കമന്റ്സ് വരിക. അത് നിങ്ങളുടെ ടെൻഷനാണ്, നിങ്ങൾക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ അതിനെ കുറിച്ച് ഒരു ബോധേടും ആവണ്ട. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കിസ്കയോ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തതാണ് കോ. ഇതിൽ പെടാത്തതാണ് കേട്ടോ. നമ്മൾ ഇത് ഒരുമിച്ച പറയാ, കാ, കെ, കി, കോ എന്നാ പറയാ. പക്ഷെ ഈ കോ എന്ന് പറയുന്നത് ഇതിൽ പെടാത്തതാണ്. ഓക്കെ, കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്കോ ദേദോ എന്ന് പറഞ്ഞ എന്താ, അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കൂ എന്ന് പറയുന്നത്. അപ്പൊ അവൾക്ക് അല്ലെങ്കിൽ അവന് എന്ന് പറയാനായിട്ടാണ് ഇവിടെ ഈ കോയുടെ പ്രയോഗം വരുന്നത്. ഓക്കെ, ഉസ്കോ ദേദോ, അവന് കൊടുക്കൂ. ഇനി ഇവിടെ നമുക്കൊരു വാക്കുകൂടി മനസ്സിലാക്കാം കേട്ടോ. ഈ കൊടുക്കൂ എന്ന് പറയുന്നതും അതുപോലെ തരൂ എന്ന് പറയുന്നതും ഒരൊറ്റ വാക്കാ. മനസ്സിലാവുന്നുണ്ടോ? ഒരൊറ്റ വേർഡാ. പക്ഷെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, ആ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്ക് തരാനാണോ പറഞ്ഞത് അല്ലെങ്കിൽ കൊടുക്കാനാണോ പറഞ്ഞത്. ഉസ്കോ ദേദോ എന്ന് പറഞ്ഞപ്പോ എന്തായി, അവന് കൊടുക്കും. മുജെ ദേദോ എന്ന് പറയുമ്പോഴോ എനിക്ക് തരൂ എന്നായി. അപ്പൊ ഈ രണ്ട് വാക്കും ഈ രണ്ട് സിറ്റുവേഷനും ഒറ്റ വേർഡാണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ, ഈ രണ്ട് സെന്റൻസിലും. പക്ഷെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി അല്ലെ, തരാനാണോ പറഞ്ഞത് അല്ലെങ്കിൽ കൊടുക്കാനാണോ പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ദേന എന്ന വാക്കിന്റെ, ദേന എന്നാണ് ആ വാക്ക് കൊടുക്കുക അല്ലെങ്കിൽ തരുക എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ലേന. ലേന എന്ന് പറയുന്നത് വാങ്ങുക എന്നും അതുപോലെ എടുക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. ഏ ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുക്കൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഏ ലേലോ ഇത് വാങ്ങൂ എന്നും പറയാം. അപ്പൊ ഈ രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോവാ. കുറെ സെന്റൻസുകൾ നമ്മൾ ഇത് പ്രയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദേന, ലേന, ഇതാണ് ഈ രണ്ട് വാക്കുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് രണ്ട് സെന്റൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന കണക്ഷൻ വേർഡ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കണക്ഷൻ വേർഡ്സ് നോക്കാം കേട്ടോ. ഇപ്പൊ പക്ഷേ എന്ന് പറയാനായിട്ട് നമ്മളിപ്പോ പറയത്തില്ല, ഞാൻ എപ്പോഴും പറയുന്ന സെന്റൻസ് ആണ്, ഞാൻ അവനെ കണ്ടു പക്ഷെ അവൻ എന്നെ കണ്ടില്ല. ഞാൻ അവനെ കണ്ടു പക്ഷെ അവൻ എന്നെ കണ്ടില്ല. എങ്ങനെ പറയാ? മെനെ ഉസെ ദേഖ ലേക്കിൻ. അവിടെ ലേക്കിൻ എന്നാണ് നമ്മൾ ആ പക്ഷി എന്നുള്ള വാക്കിന് വെച്ചത് കേട്ടോ. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെർ എന്നുള്ളത്, മേജ് പെർ ഹേ അല്ലെ. അപ്പൊ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു എന്തെന്ന്, പെർ എന്നുള്ളത് പക്ഷി എന്ന് പറയാനും യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ലേക്കിന് വരെ എന്ത് പറയാം, പെർ എന്ന് പറയാം കേട്ടോ. പെർ ഉസ്നെ മുജെ നഹി ദേഖ, അവൻ എന്നെ കണ്ടില്ല എന്ന് പറയുന്ന. ഇനി അതുപോലെ തന്നെ ഞാൻ നന്നായി പരിശ്രമിച്ചിരുന്നു പക്ഷെ പാസ്സായില്ല എന്ന് പറയത്തില്ല. ഞാൻ നന്നായി പരിശ്രമിച്ചിരുന്നു, മെനെ ബഹുത് കോശിഷ് കി ഥി. കോശിഷ് കർണ എന്നാണ് പരിശ്രമിക്കുക എന്ന വാക്ക് കേട്ടോ. മെനെ ബഹുത് കോശിഷ് കി ഥി ലേക്കിൻ, പക്ഷേ പാസ്സായില്ല, പാസ് നെയ് ഹുവ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ഈ ലേക്കിൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ഇനി അതുപോലെ അഗർ. അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എന്ന് പറയുന്ന കേട്ടോ. ഈ അഗറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെന്റൻസിന്റെ ആദ്യമാണ് ഈ അഗർ പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സെന്റൻസ് പറയാം, അവൻ വന്നെങ്കിൽ എന്നോട് പറ എന്ന് പറയാണ്. അവൻ വന്നെങ്കിൽ എന്നോട് പറയൂ. അപ്പോ അവിടെ നമ്മൾ വന്നെങ്കിൽ എന്നാണെങ്കിലും ഈ അഗർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലാ യൂസ് ചെയ്യുക. അതുകൂടാതെ ഈ അഗറിന്റെ കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഒരു വാക്കും കൂടിയുണ്ട്, തോ എന്നുള്ളത്. ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയാം, അഗർ വോ ആയേ തോ. മനസ്സിലായോ? അഗർ വോ ആയേ തോ, അവിടെ ആ തോയുടെ കണക്ഷൻ കൂടി വരും ഈ അഗർ സംസാരിക്കുമ്പോൾ. അവൻ
വന്നാൽ അല്ലെങ്കിൽ വന്നെങ്കിൽ എന്ന് പറയുന്നതാണ്. അഗർ വോ ആയേ തോ മുझे ബതാ ദേന, എന്നോട് പറയണം. അഗർ വോ ആയേ തോ മുझे ബതാ ദേന. ഇനി അതുപോലെ പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ തരാം എന്ന് പറയത്തില്ല. പൈസ കിട്ടുകയാണെങ്കിൽ ഞാൻ തരാം. അഗർ പൈസ മിലേ തോ, മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക കേട്ടോ. അപ്പൊ കിട്ടുകയാണെങ്കിൽ അഗർ പൈസ മിലേ തോ മേ ദേ ദൂങ്ക, ഞാൻ തരാം എന്ന് പറയുന്ന. അഗർ പൈസ മിലേ തോ മേ ദേ ദൂങ്ക, അതാണ് ഈ അഗർ എന്നുള്ള വാക്ക്, ആ കണക്ഷൻ വേർഡ് കേട്ടോ. ഇനി അതുപോലെ ഒരു വാക്കാണ് ഫിർബി. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിർ എന്നുള്ള വാക്ക് അല്ലെ. ഫിർബി എന്ന് പറഞ്ഞാൽ എന്നിട്ടും എന്ന് പറയുന്നതാ. ഇപ്പൊ ഞാൻ മാപ്പ് പറഞ്ഞു എന്നിട്ടും അവൻ വന്നില്ല എന്നൊക്കെ പറയത്തില്ലയോ, അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫിർബി. മെനെ മാഫി മാങ്ങി തീ, ഞാൻ മാപ്പ് പറഞ്ഞിരുന്നു. മെനെ അല്ലെങ്കിൽ മങ്കാത്ത കേട്ടോ, മാങ്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, മെനെ മാഫി മാങ്ങി തീ ഫിർബി വോ നഹീ ആയ, എന്നിട്ടും അവൻ വന്നില്ല. അവിടെ നമുക്ക് ലേക്കിനും പ്രയോഗിക്കാം അല്ലെ, പക്ഷേ അവൻ വന്നില്ല എന്ന് പറയുന്നിടത്ത്. ഇവിടെ നമ്മൾ പക്ഷേ മാറ്റി എന്നിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഫിർബി എന്നുള്ള വേർഡ് വന്നത്. മെനെ മാഫി മാങ്ങി തീ ഫിർബി വോ നഹീ ആയ, എന്നിട്ടും അവൻ വന്നില്ല എന്ന് പറയുന്ന. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഇസ്ലിയെ. ഇസ്ലിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ന് പറയുന്ന, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല. മുझे बुखार था इसलिए मैं स्कूल नहीं गया. मुझे बुखार था इसलिए मैं स्कूल नहीं गया. എനിക്ക് പനിയായിരുന്നു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്ന. അപ്പൊ അതുകൊണ്ട് എന്നുള്ള വാക്കിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇസ്ലിയെ. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയി. പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് എടുത്ത് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ പ്രാക്ടീസ് ആണ് വേണ്ടത്. അതിന്റെ പ്രാക്ടീസ് ആണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ടും ഈ 50 ഡേയ്സ് ചലഞ്ചിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് മാത്രമല്ല ഒറ്റ ഇരിപ്പിലിരുന്ന് എല്ലാം കാണണ്ട, പാർട്ടായിട്ട് ഇപ്പൊ ഒരു 5 ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു 3 ടോപ്പിക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നതാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ പുതിയ ആളുകൾ ഇത് പാർട്ടായിട്ട് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നു മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും നിങ്ങൾ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ ഇസ്ലി അല്ലെ. ഇനി അതുപോലെ മറ്റൊരു വാക്കാണ് ക്യൂക്കി. ക്യൂക്കി എന്ന് പറഞ്ഞാൽ എന്താ, കാരണം എന്ന് പറയുന്നതാണ്. ഞാൻ അവനോട് സംസാരിക്കില്ല കാരണം എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ അവനോട് സംസാരിക്കില്ല, मैं उसे बात नहीं करूंगा. मैं उसे बात नहीं करूंगा. ഞാൻ അവനോട് സംസാരിക്കില്ല. ക്യൂക്കി കാരണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് ഈ ക്യൂക്കിയുടെ പ്രയോഗം വരുന്നത്. എനിക്ക് അവന് ഇഷ്ടമല്ല. मैं उसे पसंद नहीं करता. मैं उसे पसंद नहीं करता എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന. അപ്പൊ അതാണ് ക്യൂക്കി എന്നുള്ള വേർഡ്. ഇനി അടുത്തത് പലരും എനിക്ക് കമന്റ്സിൽ ചോദിച്ചിട്ടുള്ള കാര്യം കേട്ടോ, ഈ 2 കീയുടെയും ഡിഫറൻസ് എന്താണ്? ഒരു കീയുടെ വള്ളി ഇങ്ങോട്ടും ഒരു കീയുടെ വള്ളി അങ്ങോട്ടും, അത്രേ ഉള്ളൂ അല്ലെ. പക്ഷെ ഇത് രണ്ടാണ്. കീ എന്നാണ് പറയണെങ്കിലും ഒന്ന് കീയും ഒന്ന് കീയും ആണ്, പക്ഷെ പറയുമ്പോൾ 2 കീ ആണ് അല്ലെ. അപ്പൊ ഈ 2 കീയുടെ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഈ കീ എന്ന് പറയുന്നത് 2 സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ റാം പറഞ്ഞു അവൻ നാളെ പോകൂന്ന് എന്നൊക്കെ പറയത്തില്ല. റാം പറഞ്ഞു അവൻ നാളെ പോകുന്നു, അവൻ പറഞ്ഞു എന്ന് പറയുമ്പോ റാംനെ കഹാ കി वो कल जाएगा. മനസ്സിലാവുന്നോ? റാംനെ കഹാ കി वो कल जाएगा. ദാറ്റ് എന്നുള്ളതാണ് അവൻ എന്താണോ പറഞ്ഞത് അത് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. റാംനെ കഹാ കി, രാമൻ പറഞ്ഞു അല്ലെങ്കിൽ റാം പറഞ്ഞു, वो कल जाएगा, അതിന് യൂസ് ചെയ്യുന്ന കീ ആണിത്. ഇനിയിപ്പോ മറ്റു കീ നമുക്കറിയാം അല്ലെ, എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ക കെ കീയുടെ കൂടെ യൂസ് ചെയ്യുന്ന ആ ഒരു കീ ആണത്. അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റ് ഫോം ആയിട്ട് ഈ ഒരു കീനെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ചെയ്തു എന്ന് പറയാനായിട്ട് കീ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യും, പാസ്റ്റ് ഫോം പറയാൻ. ഓക്കെ, മെനെ ഗൽത്തി കീ എന്നാ പറയാം. അപ്പൊ ഈ 2 രീതിയിലും ഈ കീനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, സെന്റൻസുകൾ വരുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. ഇനി അടുത്തൊരു വാക്കാണ്, നമ്മൾ പറയത്തില്ലയോ അവിടെ തന്നെ പോകണം, ഇവിടെ തന്നെ പോകണം, അല്ലെങ്കിൽ നാളെ തന്നെ പോകണം എന്ന് ഉറപ്പിച്ച് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും അല്ലെ. നാളെ പോകണം എന്ന് പറയുമ്പോൾ കൽ ജാനാ ഹെ,
അല്ലെ? നാളെ തന്നെ പോകണം എന്ന് പറയുമ്പോഴോ അവിടെ ആ തന്നെ എന്ന് പറയാനായിട്ട് നമ്മൾ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹി എന്ന്. ഓക്കെ, കലി ജാനാഹെ. അവിടെ നമ്മൾ കൽഹി ജാനാഹെ എന്നാണ് പറയണെങ്കിലും കേൾക്കുമ്പോ കല്ലി ജാനാഹെ എന്ന ആ ഈ മാത്രം കേൾക്കുള്ളൂ. പക്ഷെ അതിനർത്ഥം ഈ അല്ല അവിടെ പറയുന്നത്, ഹി ആണ് കേട്ടോ. കലി ജാനാഹെ. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങണം, വഹാസേഹി ലേനാഹെ. വഹാസേഹി ലേനാഹെ. നാളെ തന്നെ വരണം. എങ്ങനെ പറയാം? ഖലി ആനാഹെ. അതാണ് ഈ ഹി എന്നുള്ള വാക്ക്. ഇനി മറ്റൊരു വേർഡ് ഉണ്ട് ജോ. ജോ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചു, മനസ്സിലാവുന്നുണ്ടോ? ആ കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട്, ആ കാര്യം നമ്മൾ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ചിലപ്പോൾ ഒരു വലിയ സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കാം. പക്ഷെ നമ്മൾ ആ കാര്യം പറയുന്നില്ല. ജോ മേനെ കഹാഥ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ ഈ ടൂറ് പോയിരുന്നു, ആ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അതിനെല്ലാം നമ്മൾ ഈ ജോല് കൊണ്ട് ഒതുക്കി. എടാ, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ? ജോ മേനെ കഹാഥ. മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നത്, അതാണ് ജോ എന്ന വാക്ക്. അതല്ലെങ്കിൽ ഇന്നലെ തന്നില്ലായിരുന്നോ, അത് തന്നെ തരൂ എന്ന് നമ്മൾ പറയുകയാണ്. ഇന്നലെ തന്നില്ലായിരുന്നോ, അത് തന്നെ തരൂ. ജോ കൽ ദിയാ ഥാ. മനസ്സിലായോ? ജോ കൽ ദിയാ ഥാ വഹി ദേ ദോ. അത് തന്നെ, അവിടെ ഹീയുടെ പ്രയോഗം വന്നു കേട്ടോ. വഹി ദേ ദോ. ജോ കൽ ദിയാ ഥാ വഹി ദേ ദോ. ഇതാണ് ഈ ജോ എന്നുള്ള വാക്ക്. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ്, അല്ലെ? നമ്മളിപ്പോ കുറെ സെന്റൻസുകളൊക്കെ പറയാൻ മനസ്സിലാക്കി വെച്ചു, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക? ഇംഗ്ലീഷിലൊക്കെ പോലെ തന്നെ അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. മെയിൻ ആയിട്ട് ഏതൊക്കെയാ? ക്യാ, കബ്, കഹാ, കിധർ, കിസ്കോ, കിസ്നെ, കോൺസ, ഇതൊക്കെ മെയിൻ ആയിട്ട് വരുന്ന. അപ്പൊ എല്ലാത്തിന്റെ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞു പോവാം. ക്യാ എന്ന് പറഞ്ഞ ക്യാ, എന്തല്ലേ? ക്യാ ഹുവാ, എന്ത് പറ്റി? ഓക്കെ. ഇനി കഹ എന്ന് പറഞ്ഞാലോ? കഹാം എന്നാണ്, കഹ എന്ന് കേൾക്കത്തുള്ളൂ കേട്ടോ. കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെന്നാണ്. ഈ കഹാം പോലെ തന്നെയാണ് കിദർ എന്നുള്ള വാക്ക് കേട്ടോ. സെയിം തന്നെയാണ് ക്വസ്റ്റ്യൻ വേർഡ്, എവിടെ എന്ന് ചോദിക്കാനാണ്. അപ്പോ നീ അത് എവിടെയാ വെച്ചേ? തുമ്നെവോ കഹാ റക്ക. നീ അത് എവിടെയാണ് വെച്ചത്? അല്ലെങ്കിൽ എവിടെ നിന്നാ കിട്ടിയേ? കിദർ സെ മില, കഹാ സെ മില. എവിടെ നിന്നുമാണ് കിട്ടിയത് എന്ന് പറയുന്ന കേട്ടോ. അപ്പൊ ഇതാണ് കഹാമും കിദറും, എവിടെ എന്ന് പറയാനായിട്ട്. ഇനി എന്താണ്? ക്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട്? താങ്കൾ ഇന്നലെ എന്താ വരാഞ്ഞേ എന്നിങ്ങനെ ചോദിക്കാം. അബ് ക്യൂ കൽ നഹി ആയേ. അബ് ക്യൂ കൽ നഹി ആയേ. താങ്കൾ ഇന്നലെ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുന്ന. ഇനി കബ്, അല്ലെ? കബ് എന്ന് പറഞ്ഞ എപ്പോൾ, അവൻ എപ്പോ വരും? വോ കബ് ആയേഗ. അവൻ എപ്പോൾ വരും? വോ കബ് ആയേഗ എന്നാണ് കബ് വെച്ച് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ഹിന്ദി സംസാരിക്കുന്നു, നമ്മൾ പരിചയക്കാരെ കാണുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും? സുഖമാണോ എന്നല്ലേ? അപ്പൊ അവിടെ സുഖമാണോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതിന്, എങ്ങനെ എന്ന് പറയുന്നതിന് കേസേ എന്നാണ് ഹിന്ദിയിൽ പറയാം. ആ കേസേ ഹോ, ആ കേസേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ നമ്മൾ ചോദിക്കല്ലേ സുഖമാണോ എന്ന്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ കേസേ ഹോ. ഇനി കോൺസ. കോൺസ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡിന്റെ അർത്ഥം എന്താണ്? ഏത് എന്നാണ്. അപ്പൊ ഏത് വേണം? കോൺസ ചാഹിയേ. കോൺസ ചാഹിയേ. ഏത് വേണം? ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം, അല്ലെ? അപ്പൊ ഇതാണ് കോൺസ എന്നുള്ള വാക്ക്. ഇനി അതുപോലെ ആരെന്ന് ചോദിക്കാനാണെങ്കിൽ കോൻ, അല്ലേ? കോൻ. കോൻ ആയേക. ആര് വരും? കോൻ ആയേക. ഇനി കിസ്നെ എന്ന് പറഞ്ഞാലും ഇവിടെ ആര് എന്നും ആരാണ് എന്നും അർത്ഥമുള്ള ഒരു വേർഡാട്ടോ ഇത്. കിസ്നെ. ഇത് ആരാ ചെയ്തത്? കിസ്നെ കിയ. കിസ്നെ കിയ. ഇത് ആരാണ് ചെയ്തത്? ഇനി ഇത് ആരുടെയാണ്? ആരുടെ എന്നുള്ള ക്വസ്റ്റ്യൻ വാക്ക് ഏതാണ്? കിസ്ക. ഓക്കെ, കിസ്ക ഹേ. കിസ്ക ഹേ. ഇനി ആർക്ക് എന്ന് ചോദിക്കാനാണെങ്കിലോ? കിസ്കോ. കിസ്കോ ദേനാ ഹേ. കിസ്കോ ദേനാ ഹേ. ഇത് ആർക്ക് കൊടുക്കണം? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. നമ്മുടെ സീരീസിലെ എല്ലാ ക്വസ്റ്റ്യൻ വേർഡ്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൗട്ട് ഉള്ളവർ അത് പോയി കാണുക.
പുതിയ ആൾക്കാർ സീരീസ് സ്റ്റാർട്ടിങ് മുതൽ ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമയവും അതുപോലെ എമൗണ്ട് ഒക്കെ പറയണം അല്ലെ. 1 മണി, 2 മണി, 3 മണി ഇതൊക്കെ നമുക്ക് പറയാൻ അറിയാം. 1 ബജെ, 2 ബജെ, 3 ബജെ എന്നൊക്കെ അല്ലെ. പക്ഷെ 1:30, 1:15, 1:45 എന്നൊക്കെ പറയണല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ സീരീസിന്റെ 32ാമത്തെ വീഡിയോ ടൈമിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കാണുക. കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ടൈം മാത്രം പറയുന്ന ഒരു ക്ലാസ് ആണ് 50 ഡേയ്സ് ചലഞ്ചിലെ 32ാമത്തെ ക്ലാസ് കേട്ടോ. അപ്പൊ അതൊന്ന് കാണുക. ഓക്കെ, ഇപ്പൊ 1:30 പറയുന്നത് ഡേഡ് എന്നാണ്. 2:30 പറയുന്നത് ഢായി എന്നാണ്. ഓക്കെ, 3:30 പറയുന്നത് 3:30 തീനല്ലേ. അപ്പൊ 3:30 എന്നാണ്. അവിടെ നിങ്ങളുടെ എല്ലാം സാഡേ കൂട്ടി പറഞ്ഞ അരയായി. 4:30, 5:30, 6:30. പക്ഷെ ഈ 1:30, 2:30 മാത്രം നമ്മൾ മാറി പറയുന്നുണ്ട്. 1:30 ബജെന്ന് 1:30, 2:30 ബജെന്ന് 2:30. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ 1:15, അതുപോലെ 1:45. ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കറിയാനുള്ളത് എന്താണ്? റൗണ്ട് ഫിഗേഴ്സ് അല്ലെ. ഇപ്പൊ 10, 20, 30, 40, 50 ഇങ്ങനെയുള്ള 100 വരെ നമ്മൾ റൗണ്ട് ഫിഗേഴ്സ് പഠിച്ചിരിക്കാം. ഹിന്ദിക്കാരുടെ ഇടയിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർ എത്ര വന്നാലും കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് ഹിന്ദി കൗണ്ടിങ്സിനൊക്കെ അല്ലെ, ഹിന്ദി വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് മാത്രം റൗണ്ട് ഫിഗേഴ്സ് പഠിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പോ 100 എന്നുള്ള വാക്ക് അല്ലെ, 100 എന്നുള്ള ഒരു ഡിജിറ്റ് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. 100 പറയുന്നത് സോ എന്നാണ് കേട്ടോ. സോ. അപ്പൊ 200 200, 300, 400 ഇങ്ങനെ അങ്ങ് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ സമയത്ത് പറഞ്ഞില്ലയോ 1:30 ബജെ, അതുപോലെ തന്നെ 150, 2:30 ബജെ എന്ന് പറഞ്ഞ പോലെ 250 എന്ന് തന്നെ പറയാം. മനസ്സിലായോ? ഇനി 250 എന്നും പറയാം, 150 എന്ന് പറയാം. 50 എന്ന് പറഞ്ഞാൽ 50, 100 എന്ന് പറഞ്ഞാൽ 100, 150 എന്ന് പറഞ്ഞാൽ 150. ചില ആൾക്കാർ 150 എന്ന് പറയും, ചില ആൾക്കാർ 150 എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇതാണ് അത് പറയുന്നത്. പിന്നെ സാഡേ കൂട്ടി പറയാം. നമ്മൾ സമയം പറഞ്ഞ പോലെ തന്നെ അല്ലെ. 3:30 ബജെ എന്ന് പറഞ്ഞ പോലെ തന്നെ 350 രൂപേനെ എങ്ങനെയാ പറയാ? 350, 450, 550 ഇങ്ങനെ പറഞ്ഞു പോവാ. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് എന്താ വരുന്നത്? 1000 അല്ലെ. 1000 പറയുന്നത് ഹസാർ എന്നാ കേട്ടോ. ഹസാർ. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ ഇതുപോലെ തന്നെ 1100 എങ്ങനെയാ പറയാ? 1100 എന്ന് പറയുന്നവരുണ്ടാവും. സോ എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പൊ 1100 എന്ന് പറയുമ്പോ 1100 അങ്ങനെയാണ് അവർ കൂടുതലും പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. അതല്ലാതെ 1000 എന്നൊന്നും അവർ പറയാറില്ല. 1100. ഇനി 1200 ആണെങ്കിൽ 1200, 1300, 1400 അങ്ങനെ ഒരു പറയാം. ഓക്കെ, ഇനി വരുന്നത് ചിലവര് 1500 1500 എന്നും പറയും, 1500 എന്ന് പറയും. 1500 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 150 എന്ന് പറഞ്ഞപ്പോ 150, 1500 എന്ന് പറഞ്ഞാൽ 1500. അതല്ലെങ്കിൽ പറയുന്നത് 1500. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഇതൊക്കെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസ് ഒന്ന് കറക്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമും മറ്റുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന 2 വാക്കുകളാണ് ജബ്ബും തബും. ഈ ജബ് തബ് എന്ന് പറയുന്നത് എപ്പോഴാണോ അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ഞാൻ വന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയത്തില്ലയോ. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 വാക്കുകളാണ് ജബും തബും വെച്ച് സംസാരിക്കാം. ജബ് ആയാ ഥാ, എപ്പോഴാണോ അവൻ വന്നത്, അവൻ വന്നപ്പോൾ എന്ന് പറയുന്നതാ. ജബ് ആയാ ഥാ തബ് മേ ഘർ പർ നഹീ ഥാ, അപ്പോൾ ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഈ ജബിന്റെ തബിന്റെ യൂസ് വരുന്നത് കേട്ടോ. ജബ് വോ ആയാ ഥാ തബ് മേ ഘർ പർ നഹീ ഥാ. ക്ലിയർ ആയോ? ഇനി ഇതിനോടൊപ്പം തന്നെ തക്കും സേയും വെച്ച് നമുക്ക് സംസാരിക്കാം. തക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരെ, സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ. സേ നമുക്കറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ. അപ്പോ നമ്മൾ പറയത്തില്ലയോ കശ്മീർ സേ കന്യാകുമാരി തക്ക് അല്ലെ. സോറി, കശ്മീർ മുതൽ കന്യാകുമാരി വരെ അങ്ങനെയല്ലേ പറയാം. ഓക്കെ, കശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ കശ്മീർ സേ കന്യാകുമാരി തക്ക് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? മുതൽ വരെ. ഇത് നമുക്ക് ഈ ജബിന്റെ തബിന്റെ കൂടെ ഇത് പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ ജബ് തക് തബ് തക് എന്താണ്? ജബ് തക്ക് എപ്പോൾ വരെ, തബ് തക്ക് അപ്പോൾ വരെ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കേട്ടോ. ജബ് തക് ഹേ ജാൻ, എപ്പോൾ വരെ ജീവനുണ്ടോ എന്ന് പറയുന്നതാ
അല്ലെ, ഷാരൂഖിന്റെ ഒരു ഫിലിം അറിയില്ലയോ, ജബ് തക് ഹേ ജാൻ തബ് തക് മേ ആപ്കെ സാത്ത് രഹൂംഗ. അതുവരെ ഞാൻ നിന്റെ കൂടെ ജീവിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അതാണ് ജബ് തക്കും തബ് തക്കും. അതുപോലെ തന്നെയാണ് ജബ് സെ തബ് സെ. ഇപ്പൊ എപ്പോൾ മുതൽ, അപ്പോൾ മുതൽ. ഇതിനെ ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ വന്നപ്പോൾ മുതൽ എന്ന് പറയുന്നതാ. ജബ് സെ മേ യഹാം ആയ തബ് സെ മുझे ബുഖാർ ഹൈ. എന്താണ്, ഞാനിവിടെ വന്നപ്പോ മുതൽ എനിക്ക് പനിയാണ് എന്ന് പറയുന്നതാ. ജബ് സെ മേ യഹാം ആയ തബ് സെ മുझे ബുഖാർ ഹൈ. അപ്പൊ ഇതാണ് ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഈ ഓരോ സെന്റൻസുകളിൽ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഓർമ്മയില്ലാണ്ടാവും. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിലും എന്താ പറയുന്നത്, അവർക്ക് അതൊരു ഡൗട്ട് ആവും, ഇതെന്താണ് ജബ്സെ അല്ലെങ്കിൽ ജബ് തക്, ഇതൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ ടെൻഷൻ ആവണ്ട, സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രയോഗം, ജബ്സെ, ജബ് തക് അല്ലെങ്കിൽ തബ്സെ, തബ് തക് എന്നുള്ള വാക്കുകളൊക്കെ കേട്ടോ. ശരി, ഇനി നമ്മൾ നോക്കുന്നത് ഈ ചുക്ക എന്നുള്ള പ്രയോഗം. ഇത് എവിടെയാ പ്രയോഗിക്കുന്നത്? പാസ്റ്റില്. ഇപ്പൊ നമ്മൾ നേരത്തെ പാസ്റ്റ് നോക്കി അല്ലെ, ആയ സെക്കൻഡ് ഫോം കണ്ടു, പിന്നെ നമ്മൾ ഥാ വെച്ച് സംസാരിക്കാനും പഠിച്ചു. ഇനി നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഈ ചുക്ക എന്നുള്ളത്. വളരെ റയർ ആയിട്ടൊക്കെ കേൾക്കുള്ളൂ കേട്ടോ, എന്നാൽ പോലും ഇത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പൊ പറയാണ്, വോ സുബഹ് ആ ചുക്കാ ഹേ, വോ സുബഹ് ആ ചുക്കാ ഥാ, വോ സുബഹ് ആ ചുക്കാ ഹോഗ. ഈ 3 രീതിയിലും കേട്ടു അല്ലെ. നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഓ സുബഹ് ആ ചുക്കാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാവിലെ വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന, വന്നു കഴിഞ്ഞു, വന്നു എന്ന് പറയുന്നതല്ല. ഓ സുബഹ് ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാവിലെ വന്നു എന്ന് പറയുന്ന. നമ്മള് കുറച്ചും കൂടി ഒരു ഇതിൽ പറയത്തില്ല, അവൻ എപ്പോഴേ വന്നു കഴിഞ്ഞു എന്ന് പറയത്തില്ല, ആ രീതിയിൽ പറയുന്നതാണിത്. വോ സുബഹ് ആ ചുക്കാ ഹേ, അല്ലെങ്കിൽ അവൻ ജൽദി ആ ചുക്കാ ഹേ, നേരത്തെ വന്നു കഴിഞ്ഞു എന്ന് പറയുന്ന. ഇനി അടുത്ത എന്താ ഞാൻ പറഞ്ഞേ? വോ സുബഹ് ആ ചുക്കാ ഥാ, അവൻ രാവിലെ വന്നു കഴിഞ്ഞിരുന്നു, വന്നിരുന്നു, പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ താ കൂട്ടി ഈ ചുക്കയുടെ കൂടെ വരുന്ന മാറ്റങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ പറയും, ഓ സുബഹ് ആ ചുക്ക ഹോഗ. എന്താണ്? അവൻ, ഈ ഹോഗ എന്നുള്ള വാക്കിന്റെ പ്രയോഗം ഇത്രയേ ഉള്ളൂ, ഒരു ചാൻസ് ആണ്. നമുക്ക് അറിയില്ല ആക്ച്വലി അത് വന്നോ ഇല്ലയോ, പക്ഷെ അവൻ രാവിലെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുന്നതാ. ഓ സുബഹ് ആ ചുക്ക ഹോഗ. അപ്പൊ ആ കഴിഞ്ഞു എന്ന് പറയുന്നിടത്താണ് ആ ചുക്കയുടെ പ്രയോഗം. അവൻ രാവിലെ വന്നിട്ടുണ്ടാവും, വോ സുബഹ് ആയോ ഹോഗ എന്ന് പറഞ്ഞാൽ മതി. വന്നു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറയുന്നിടത്താണ് ഈ ആ ചുക്ക ഹോഗ എന്നുള്ള ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ആ ചുക്ക. ഈ ചുക്ക എന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തത് മാത്രം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഹോഗ എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ് അല്ലെ. അതുപോലെ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ പറയും ഹോഗ എന്നുള്ള വാക്ക്. അപ്പൊ അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോട്ടോ. ഇപ്പൊ നാളെ മീറ്റിംഗ് ഉണ്ടാകും, കൽ മീറ്റിംഗ് ഹോഗി എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു, മുझे लगता है कि കേട്ടോ, ഒരു കണക്ഷൻ വേർഡ് നമ്മൾ പറഞ്ഞില്ലയോ, ദാറ്റ് എന്നുള്ളത് കേട്ടോ. മുझे लगता है कि ബാരിഷ് ഹോഗി, മഴ പെയ്യുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഹോഗ എന്നുള്ള വാക്കിന്റെ പ്രയോഗം കേട്ടോ. ഹോഗ, ഹോഗെ, ഹോഗി, സ്ത്രീലിംഗം പുല്ലിംഗം അനുസരിച്ച് മാറി വരുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ, ലക്താഹേ എന്ന് പറഞ്ഞ എന്താണ്? തോന്നുക എന്നാണ് ലക്താഹേ. ഓക്കെ, പക്ഷെ ഇതിനപ്പുറം മറ്റൊരു വേർഡ് ഉണ്ട്, ലഗാന എന്നുള്ള വേർഡ് കേട്ടോ. ലഗാന എന്നുള്ളത് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു വേർഡാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ പല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഹിന്ദിയിൽ. ലഗാന എന്ന് പറഞ്ഞാൽ പുരട്ടുക എന്നുള്ള അർത്ഥമുണ്ട്, നടുക എന്നുള്ള അർത്ഥമുണ്ട്, വിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബൾബൊക്കെ ഇടത്തില്ലയോ, അതിനൊക്കെ പറയുന്നത് ഇപ്പൊ ബൾബ് ലഗാവോ എന്ന് പറയും. മനസ്സിലാവുന്നല്ലോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഒറ്റ വാക്കിലാണ്, ഈ ഒറ്റ വേർഡിലാണ് നമ്മൾ ഇതെല്ലാ സെന്റൻസുകളും സംസാരിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പോ തലയിൽ എണ്ണ ഇടാൻ പറയാണ്. എണ്ണ ഇടാൻ പറയണേന് തേൽ ലഗാന എന്നാണ് കേട്ടോ. എണ്ണ ഇടൂ എന്ന് പറയാനായിട്ട് ലഗാവോ എന്നാ പറയാം. ഓക്കെ, തേൽ ലഗാവോ എന്ന് വെച്ചാൽ എണ്ണ ഇടൂ. അപ്പൊ ഇവിടെ പുരട്ടു, ഇപ്പൊ ഓയിൽമെന്റോ എന്തും ആയിക്കോട്ടെ, പുരട്ടു എന്ന് പറയുന്നതിന് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ലഗാന. ഇനിയിപ്പോ നമ്മൾ ചെടി നടു എന്ന് പറയില്ലേ, അല്ലെങ്കിൽ പുല്ല് നടു എന്നൊക്കെ പറയത്തില്ലയോ, ഗാസ് ലഗാവോ, യഹാ ഗാസ് ലഗാവോ എന്ന് പറഞ്ഞാൽ, ഗാസ് എന്ന് പറഞ്ഞ പുല്ല്, ഇവിടെ പുല്ല് നടു എന്ന് പറയുന്നതാ. അവിടെ ലഗാന എന്നുള്ള വാക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചെടി നടു, പൗധ ലഗാവോ എന്ന് പറഞ്ഞാൽ ചെടി നടു. നമ്മളിപ്പോ എന്താ പറയാ, ഹിന്ദിക്കാരൊക്കെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ യഹാ ലഗാവോ എന്ന് പറയുന്നത്, എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലും നടണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി, യഹാ ലഗാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടു എന്ന് പറയുന്നതാ.
മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ലഗാന എന്നുള്ള വാക്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വാക്ക് മൈൻഡിൽ വെച്ചോ, നമുക്ക് ഒത്തിരി യൂസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് സക്താഹെ എന്നുള്ള വാക്കിന്റെ പ്രയോഗവും അതുപോലെ പടേക എന്നുള്ള വാക്കിന്റെ പ്രയോഗവും. ഓക്കെ, കാരണം ഒത്തിരി യൂസ് ആവുന്ന വാക്കുകളാണ്. സക്താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ത, സക്തെ, സക്തി, സെയിം റൂള്, സെയിം സിറ്റുവേഷൻ, സെയിം ഇതിലാണ് യൂസ് ചെയ്യുന്നത്. സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചന റെസ്പെക്ട് ഒക്കെ നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ സക്താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയും എന്നാണ്. എനിക്കിത് ചെയ്യാൻ കഴിയും. മേം യേ കർ സക്താ ഹൂം എന്നാ പറയാം, അല്ലെങ്കിൽ സക്തി ഹൂം, മേ കർ സക്തി ഹൂം. എനിക്കിത് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ സക്താഹയുടെ യൂസിൽ മാത്രം എനിക്ക് എന്ന് പറയാനായിട്ട് മുജെ എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്, മേം എന്ന് പറഞ്ഞാൽ ഞാൻ. പക്ഷെ ഈ സക്താഹി എന്നുള്ള വാക്കിന്റെ പ്രയോഗത്തിൽ മാത്രം അതൊരു ഗ്രാമറാണ്. മുജെ നമ്മൾ യൂസ് ചെയ്യില്ല, മേമാണ് നമ്മൾ പറയാം. മുജെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കുന്നവർ മനസ്സിലാവും, ഇല്ലാഴികയൊന്നുമില്ല. പക്ഷെ ആക്ച്വലി അത് തെറ്റാണ്. ശരിക്കും മേ വെച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. കഴിയുന്നവര് പഠിക്കുമ്പോൾ മേ വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി മുജ പറഞ്ഞു പോയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മേയെ കർ സക്താഹും എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയും. അപ്പൊ കഴിയില്ല എന്ന് പറയാനായിട്ട് എങ്ങനെയാ? നെഹി അല്ലെ, അതിന്റെ കൂടെ നെഹി ആഡ് ചെയ്താൽ മതി. മേയെ നെഹി കർ സക്താഹും, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതാ. ഓക്കെ, ഇനി ഈ സക്താഹെ എന്നുള്ള വാക്കിനോട് ഒപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെയിം അർത്ഥത്തില്, സെയിം മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മറ്റൊരു വാക്ക് കൂടിയുണ്ട്. മേയെ കർ പാവൂങ്ക, പാവൂങ്ക അല്ലെങ്കിൽ പാവൂങ്കി. ഓക്കെ, മേയെ കർ പാവൂങ്ക, ഇതെനിക്ക് ചെയ്യാൻ കഴിയും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ ഒരു വാക്കും ഈ സക്താഹെ എന്നുള്ള പ്രയോഗത്തിൽ വരുന്ന തന്നെയാണ് കേട്ടോ. മേയെ കർ പാവൂങ്ക അല്ലെങ്കിൽ മേയെ നെഹി കർ പാവൂങ്ക, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വേർഡാണ് അല്ലെ, കഴിഞ്ഞു, കഴിഞ്ഞില്ല എന്ന് പറയാൻ. എങ്ങനെയാണ്? സക്ക അല്ലെങ്കിൽ പായ, ഈ രണ്ട് വാക്കും യൂസ് ചെയ്യും. അപ്പൊ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു, യമേ കർ സക്ക അല്ലെങ്കിൽ കൃപായ. യമേ കർ സക്ക, ഇതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. യമേ കർപ്പായ, രണ്ട് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് കേട്ടോ. ഇനി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കൂടെ നെഹി ചേർത്തു. യമേ നെഹി കർപ്പായ, യമേ നെഹി കർ സക്ക, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈ ഒരു സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാട്ടോ. അപ്പൊ സീരീസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇതെല്ലാം ഫ്ലുവൻ്റ് ആയിരിക്കും എനിക്കറിയാം. എന്നാൽ പോലും പുതിയ ആളുകൾക്ക് മാക്സിമം ഇത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നതല്ലേ. ഇതൊക്കെയാണ് ടോപ്പിക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ എല്ലാ ടോപ്പിക്സും നമ്മുടെ ഈ സീരീസിൽ ഓരോരോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സീരീസ് 1 to 50 കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുന്നത്, ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു ഫീൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ സീരീസ് കണ്ടിന്യൂ ചെയ്ത് വന്നവര്, അവരെ സംബന്ധിച്ചിട്ട് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് പഠിച്ചിട്ടാ വന്നത്. മനസ്സിലായോ? അപ്പൊ അവരെ സംബന്ധിച്ച് ഇപ്പൊ കേൾക്കുമ്പോൾ ചിലതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും, അത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടാവും അല്ലെ. മറിച്ച് ഇത് കണ്ടിട്ട് സീരീസ് കാണുന്നവർക്കായിരിക്കും കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ആക്ച്വലി നമ്പർ പോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം പുതിയ ആളുകൾ ഇപ്പൊ 50ാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയ ആളുകൾ കാണണം എന്നില്ല. ലാസ്റ്റ് ക്ലാസ് അല്ലേ, ആർക്ക് മനസ്സിലാവില്ല ഇതിൽ എന്താണെന്നുള്ളത്. അപ്പൊ സത്യം പറഞ്ഞാൽ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ്. ഇത്രയും ടോപ്പിക്സ്, മെയിൻ ടോപ്പിക്സ് ആണ് ഇതിൽ കൂടെ കടന്നു പോയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വാക്കാണ് പടേക അല്ലെ. പടേക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും, പോകേണ്ടി വരും എന്നൊക്കെ നമ്മൾ പറയുന്നിടത്താണ് ഈ പടേകയുടെ യൂസ് വരുന്നത്. എനിക്ക് നാളെ പോകേണ്ടി വരും, മുജെ കൽ ജാന പടേക. മനസ്സിലായോ? മുജെ കൽ ജാന പടേക, എനിക്ക് നാളെ പോകേണ്ടി വരും. അതുപോലെ തന്നെ എനിക്കിത് ചെയ്യേണ്ടി വരും, എനിക്കിത് ചെയ്യേണ്ടി വരും, മുജയെ കർണ പടേക, മുജയെ കർണ പടേക. അപ്പൊ നമുക്ക് ആ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പറയേണ്ടി വരും, പോകേണ്ടി വരും എന്നുള്ള ഒരു വാക്കിനാണ് നമ്മൾ ഈ പടേക കൂട്ടി പറയുന്നത്. ഇപ്പൊ നോർമലി എനിക്ക് നാളെ പോകണം എന്ന് പറയാനായിട്ട് മുജെ കൽ ജാനാ ഹെ എന്ന് പറഞ്ഞാൽ മതി അല്ലെ. എനിക്ക് നാളെ പോകണം, മുജെ കൽ ജാനാ ഹെ. പക്ഷെ മുജെ കൽ ജാന പടേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ പോകേണ്ടി വരും എന്നായി. അപ്പൊ അതാണ് ഈ പടേക എന്നുള്ള വാക്കിന്റെ യൂസ്. അതിനോടൊപ്പം തന്നെ പഠിത്താഹെ എന്ന് കേൾക്കാം. പഠിത്താഹെ, പഠിനയല്ല, പഠന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക, വായിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ.
ഇത് പഠിത്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ചെയ്യേണ്ടി വരും. യേ ഹമേശ കർണ പഠിത്താ ഹെ, യേ ഹമേശ കർണ പഠിത്താ ഹെ. അതാണ് ഈ പഠിത്താ ഹെ എന്നുള്ള വാക്ക് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയേണ്ടി വരും. മുझे ഹമേശ ബോൽന പഠിത്താ ഹെ, എനിക്ക് എപ്പോഴും പറയേണ്ടി വരും. മുझे ഹമേശ ബോൽന പഠിത്താ ഹെ. അപ്പൊ ഇതാണ് പഠേക, അതുപോലെ തന്നെ ഈ പഠിത്താ ഹെ എന്നുള്ള വാക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഒരു മെയിൻ ടോപ്പിക് ആയിരുന്നു ഫീലിങ്സ് അല്ലെ. ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ഫീലിങ്സുകളുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ വേദന, അതുപോലെ വിശ്വാസം, ആഗ്രഹം, പേടി, ഇതൊക്കെ ഒരു 3-4 ഫീലിങ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ. വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർദ് അല്ലെ. ദർദ് എന്ന് പറഞ്ഞാൽ വേദന. എന്റെ വയറ് വേദനിക്കുന്നു, എങ്ങനെ പറയാ? മെരാ പേട്ട് ദർദ് ഹോ രേ. ഇനി എന്താണോ വേദനിക്കുന്നത്, പല്ലാണോ അല്ലെങ്കിൽ തലയാണോ കൈയാണോ, അവിടെ നമ്മൾ ആ ഒരു വാക്ക് മാറി യൂസ് ചെയ്തെന്ന് മാത്രം. മെരാ സിർ ദർദ് ഹോ രേ, അല്ലെങ്കിൽ മെരാ ദാന്ത്, ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, ദാന്ത് ദർദ് ഹോ രേ, ഹാത്ത് ദർദ് ഹോ രേ. മനസ്സിലാവുന്നല്ലോ, അതാണ് വേദന. വേദനനെ പറയുന്നത് ദർദ് എന്നാണ്. ഇനി പേടിനെ പറയുന്നത് എന്താണ്? പേടി, ഡർ എന്നാണ് കേട്ടോ. ഡർ എന്ന് പറഞ്ഞാൽ പേടി. എനിക്ക് പേടിയാവുന്നു, മുझे ഡർ ലഗ് രേ, മുझे ഡർ ലഗ് രേ. അതാണ് പേടി കേട്ടോ, എനിക്ക് പേടിയാകുന്നു. ഇനി അതുപോലെ തന്നെ ദേഷ്യത്തിനെ പറയുന്നത് ഗുസ്സ എന്നാണ്. ഗുസ്സ, എനിക്ക് ദേഷ്യം വരുന്നു, മുझे ഗുസ്സാ രേ എന്ന് പറയാം. ആ രഹാഹേ എന്നുള്ളതിന്റെ ഷോർട്ട് മുझे ഗുസ്സാ രേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, എനിക്ക് ദേഷ്യം വരുന്നു. ഇനിയിപ്പോ വിശ്വാസം, ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്, നീ എന്നിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറയത്തില്ല. അപ്പൊ വിശ്വാസത്തിനെ പറയുന്നത് ഭറോസ എന്നാണ് ഹിന്ദിയിലെ. ഇനി വിശ്വാസം പറയാം, നമ്മളിപ്പോ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ വിശ്വാസം എന്ന് പറഞ്ഞാലും അത് ഇത് തന്നെയാണ് കേട്ടോ, ഭറോസ, വിശ്വാസം എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്നിൽ വിശ്വസിക്കൂ, മുझपर വിശ്വാസ് കറോ, അല്ലെങ്കിൽ മുझपर ഭറോസ രഖോ എന്ന് പറയാം. ഓക്കെ, അടുത്തത് ആഗ്രഹം. ആഗ്രഹത്തിന് ഹിന്ദിയിൽ പറയുന്നത് ഇച്ഛ എന്നാട്ടോ. ഇതെന്റെ ആഗ്രഹമാണ്, യേ മേരി ഇച്ഛാ ഹെ, യേ മേരി ഇച്ഛാ ഹെ, ഇതെന്റെ ആഗ്രഹമാണ് എന്നാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഫീലിങ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് കുറച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നമുക്കറിയാലോ ഇനിയിപ്പോ എന്താ പറയാ, സന്തോഷം, ദുഃഖം, സ്നേഹം, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. പ്യാർ, ദുഃഖ്, അതുപോലെ തന്നെ ഖുഷ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ മറ്റൊരു ടോപ്പിക്. ഇപ്പൊ നമ്മൾ ഹിന്ദി സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? എല്ലാ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിയണം അല്ലെ. എല്ലാ വാക്കുകളുടെ അല്ല, കുറെ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അത് പഠിക്കാനായിട്ടുള്ള കുറെ എളുപ്പവഴികൾ നമ്മൾ ഈ ഒരു സീരീസിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. എങ്ങനെയൊക്കെയായിരുന്നു? ഓപ്പോസിറ്റ്സ് വേർഡ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പോസിറ്റ്സ് വേർഡ്സ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ 2 പഠിച്ചു പോവുകയാണ് അല്ലെ. അതുപോലെ തന്നെ ഒരേപോലെ ഇരിക്കുന്ന ചില വാക്കുകളുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. അപ്പൊ നുണയൻ എന്താ പറയുന്നത്? ജൂട്ട് എന്നാണ്. ഓ ജൂട്ട് ബോൾ റേ എന്ന് പറഞ്ഞാൽ അവൻ നുണ പറയുക. മേ സച്ച് ബോൾ റാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സെന്റൻസിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഈ സച്ചും ചൂട്ടും അറിയണം അല്ലെ. നുണ എന്താണ്, സത്യം എന്താണെന്ന് അറിയണം. അപ്പൊ ഇതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട്. ഇനി ശരി എന്ന് പറയാനായിട്ട് സഹി, തെറ്റെന്ന് പറയാനായിട്ട് ഗലത്ത്. ഇനിയിപ്പോ നമ്മൾ സുഗന്ധം എന്ന് പറയില്ലയോ, ഖുശ്ബു. ബാഡ് സ്മെല്ലിനെ പറയുന്നത് ബദ്ബു. ക്ലിയർ ആയോ? അതുപോലെ വേഗം നടക്ക്, ചെറുതി ചലോ, പതുക്കെ നടക്ക്, ധീരെ ചലോ. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് വേർഡ്സ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്തത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ ഉണ്ടല്ലോ, മെയിൻ ആയിട്ട് പറയുന്നത് ഞാൻ എപ്പോഴും പറയും ബേച്ചന, ബേജന. രണ്ടും കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെയാണെങ്കിലും രണ്ടിന്റെ അർത്ഥം വ്യത്യാസമാണ് അല്ലെ. ബേച്ചന എന്ന് പറയുന്നത് വിൽക്കുക എന്നും ഭേജന എന്ന് പറയുന്നത് അയക്കുക എന്നുമാണ്. മെയിൽ അയക്കുക, പാഴ്സൽ അയക്കുക, ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഭേജന എന്നാണ്. ഇപ്പൊ സാധനങ്ങൾ വിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ബേച്ചന എന്ന് പറയുന്നത്. ഇനി നിക്കൽന എന്ന് പറയാം, അല്ലെങ്കിൽ നിക്കാൽന എന്നും പറയാം അല്ലെ. ഇപ്പൊ രണ്ടാണ്. നിക്കൽന എന്ന് പറയുമ്പോ എന്താണ്? ഇറങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ ആണിയൊക്കെ വിട്ടുപോരും അല്ലേ. അപ്പൊ നമ്മൾ പറയുന്നത് കീൽ നിക്കൽ ഗയി എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ആണി ഊരിപ്പോയി എന്ന് പറയുന്നതാ. അതല്ലെങ്കിൽ പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ നിക്കൽ ഗയി എന്ന് പറഞ്ഞാൽ എന്താ? ട്രെയിൻ പുറപ്പെട്ടു. പക്ഷെ നിക്കാൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ മേശ ഇവിടെ നിന്നും മാറ്റൂ എന്ന് പറയത്തില്ലോ, യഹാസെ നിക്കാലോ എന്നാണ്.
മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗധ എന്നും പറയും, ഗദ്ധ എന്നും പറയും. ഗധ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുത എന്ന് പറയുന്നതാ അല്ലെ. ഗധ എന്ന് പറഞ്ഞാൽ കഴുതയെന്ന് വിളിക്കുന്നതാ. പക്ഷെ ഗദ്ധ എന്ന് പറയുന്നത് മെത്തേനെയാണ്. അപ്പൊ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ്, പക്ഷെ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ സീരീസിൽ ഇട്ടിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. പുതിയ ആളുകളാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാനായിട്ട്. കാരണം ഇതുപോലെ സോർട്ട് ചെയ്ത് ഒത്തിരി എഫർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടത് മാത്രം പഠിപ്പിച്ച ഒരു സീരീസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു 60 days ചലഞ്ച് ചെയ്തിരുന്നു. ആക്ച്വലി അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ആ ഒരു സീരീസിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ 50 days ചലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ തീർന്നാലും ഞാൻ മുന്നോട്ട് ഓരോ സിറ്റുവേഷനിലും നിങ്ങൾക്ക് എന്തൊക്കെ സെന്റൻസുകളാണ് സംസാരിക്കേണ്ടത്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സെന്റൻസുകളും ഞാൻ ഓരോ ക്ലാസ്സസ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നില്ല. നിങ്ങൾ എന്തായാലും സംസാരിച്ചിരിക്കും. നിങ്ങൾക്ക് ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഫോളോ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ ഇനി വേറെ ഒന്നും വേണ്ട. നിങ്ങൾ എവിടെ ചകഞ്ഞു നോക്കിയാലും പുതിയ പുതിയ വാക്കുകളല്ലാതെ വേറെ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ പഠിപ്പിച്ചിരുന്ന അപ്പുറത്തേക്ക് നിൽക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പുതിയ വാക്കുകൾ ഇനിയും കിട്ടും. ഇപ്പൊ ഞാൻ പോലും അറിയാത്ത കുറെ വാക്കുകൾ ഇനിയും ഹിന്ദിയിലുണ്ടാവും. അത് നമുക്ക് ഒരിക്കലും ഒഴിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബേസിക് ആയിട്ട് നമുക്ക് സംസാരിച്ച് ഇപ്പൊ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ള എല്ലാം ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഈ സീരീസ് അറ്റൻഡ് ചെയ്തവരില്ലേ, നിങ്ങൾ ഹിന്ദി ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഞാൻ പറയാട്ടോ. സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒന്നുമല്ല, നമ്മളൊരു 2 ദിവസം നമുക്ക് മലയാളികളൊന്നുമില്ല, ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു ഹിന്ദിക്കാരനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഹിന്ദിക്കാരുടെ ഇടയിൽ നിങ്ങളൊന്ന് പെട്ടു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ഹിന്ദി ഉണ്ടായിരുന്നു എന്ന്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ഈ ഹിന്ദിയൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. ഇപ്പൊ നമ്മുടെ ഇടയിൽ മലയാളികളുടെ ഇടയിൽ കിടന്നിട്ട് നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് പോലും വിശ്വാസമില്ല. നിങ്ങളുടെ ഉള്ളിൽ എത്ര ഹിന്ദി ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം വരണം. നിങ്ങളൊരു, ഞാൻ പറഞ്ഞില്ലയോ 2 ദിവസം ട്രിപ്പ് പോകും. അപ്പൊ തന്നെ പുറത്തു പോകുമ്പോ എന്താ പറയുന്നത്, ഒരു നിവൃത്തിയില്ലല്ലോ നമുക്ക് മലയാളികളോട് ചോദിക്കാൻ പറ്റാത്ത, മലയാളികൾ ഇല്ലാത്ത സ്ഥലമില്ല എന്നാൽ പോലും പറയുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ നിങ്ങളുടെ ഈ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഹിന്ദിയും പുറത്തു വരും. എനിക്ക് 100% ഷുവറാണ്. കാരണം മുറി ഹിന്ദി വെച്ചിട്ടൊക്കെ ഞാനൊക്കെ സംസാരിച്ചിരുന്നത്. ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അറിയില്ല, പക്ഷെ എല്ലാം അറിയുന്ന പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞു തന്നില്ലേ? എനിക്ക് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഒരു ബുക്കും നോക്കിയിട്ടില്ല, യൂട്യൂബൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നൊന്നും. പക്ഷേ എന്താ പറയുന്നത്, കുറച്ച് ഹിന്ദി നമുക്ക് അറിയുന്നത് നമ്മുടെ സിറ്റുവേഷൻ അതാണ്. ഒരു മലയാളം ഇല്ലാത്ത ഏരിയയിൽ പോയി കിടക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് യൂസ് ചെയ്തേ പറ്റൂ. യൂസ് ചെയ്ത് മാത്രമേ ഇത് ഫ്ലുവന്റ് ആവൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആരും വിഷമിക്കണ്ട, ഞാൻ ഒന്നും ആയില്ലല്ലോ, 50 ദിവസം കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ എല്ലാം വന്നിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് സെന്റൻസ് നമ്മൾ ഡെയിലി പറയുന്ന പോലെ കുറച്ച് സെന്റൻസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഡെയിലി പറയുന്ന കാര്യം അല്ലെ, വേഗം എഴുന്നേൽക്കും നേരം വൈകി. എങ്ങനെ പറയാ? വേഗം എഴുന്നേൽക്കും നേരം വൈകി. ജൽദി ഉട്ടോ, ഹാ ദേർ ഹോ ഗയി. ദേർ ഹോ ഗയി എന്ന് പറഞ്ഞാൽ നേരം വൈകി കേട്ടോ. വേഗം എഴുന്നേൽക്കും നേരം വൈകി. ജൽദി ഉട്ടോ, ദേർ ഹോ ഗയി. എനിക്കും വേണം, എനിക്കും വേണം. എങ്ങനെ പറയാ? മുझे भी चाहिए, मुझे भी चाहिए. എൻ്റെ അടുത്തുണ്ട്. എങ്ങനെയാ? मेरे पास है. എൻ്റെ അടുത്തുണ്ട്. मेरे पास है. ഇത് എന്റെയാണ്, ഇത് എന്റെയാണ്. ये मेरा है, ये मेरा है. ഒരെണ്ണം എനിക്കും തരുമോ? എങ്ങനെ ചോദിക്കുക? ഒരെണ്ണം എനിക്കും തരുമോ? मुझे भी, എനിക്കും കൂടെ എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. मुझे भी एक दे सकते हो, मुझे भी एक दे सकते हो. തരാൻ കഴിയുമോ എന്നാണ് റിക്വസ്റ്റ് ആണ് ചോദിക്കുന്നത് അല്ലെ. അതാണ് അവിടെ സക്ത വെച്ചേട്ടോ. मुझे भी एक दे सकते हो, എനിക്കും കൂടി ഒരെണ്ണം തരാൻ കഴിയോ എന്ന് പറയുന്നതാ. ഓക്കെ, കുറച്ച് വെള്ളം താ. തൊടാ പാനി ദോ, തൊടാ പാനി ദോ. ലാസ്റ്റ് സെന്റൻസ് കേട്ടോ. ഇന്ന് വരുമ്പോ എനിക്കൊരു സാധനം വാങ്ങിക്കൊണ്ടുവരുമോ? നമ്മൾ പലരും പറയുന്നല്ലേ. ഇന്ന് വരുമ്പോ എനിക്ക് ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരുമോ? എങ്ങനെ പറയാ? എങ്ങനെ ചോദിക്കുക? ആജ് ആത്തേ വക്ത്, വരുന്ന സമയത്ത് അല്ലെ, ആത്തേ സമയം. ഓക്കെ, മേരെ ലിയേ, എനിക്ക് വേണ്ടി.
എ ചീസ്. ചീസ് എന്നാണ് സാധനത്തിനെ പറയാം കേട്ടോ. എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ. ഇനിയിപ്പോ ആ വസ്തു എന്താണോ അത് പറയാം. ഓക്കെ, मेरे लिए एक चीज ले आ सकते हो, लेकर आ सकते हो, അതാണ് ले आ सकते हो എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ആയിട്ട് പറയാണ്. ഓക്കെ, ഞാൻ ഈ സെന്റൻസുകൾ പറഞ്ഞ വേറെ ഒന്നുമല്ല, കുറച്ച് പേരുണ്ടാവും ഇപ്പൊ ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടാവും, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാട്ടോ. കാരണം സെന്റൻസുകളൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഈ സീരീസ് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിട്ടാൽ കൊള്ളാമായിരുന്നു. കഴിയുമെങ്കിൽ ചെയ്യാം, അത്രയേ ഉള്ളൂ. മാത്രമല്ല മുന്നോട്ട് ഞാൻ ഇതേ രീതിയിൽ തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ പ്രാക്ടീസുകളുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒത്തിരി പേർക്ക് കമന്റ്സിൽ വിട്ടിട്ടുണ്ട്. കുറെ വീഡിയോസ് പെൻഡിങ് ഉണ്ട്. എല്ലാവരുടെയും ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നോട് അഭിപ്രായപ്പെട്ടിരുന്നു കേട്ടോ, ഒന്ന് ഹിന്ദിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇനി അങ്ങോട്ട് ശ്രമിക്കാമെന്നുള്ളത് കേട്ടോ. അപ്പൊ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഓരോ വീഡിയോസ് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാറ്റഗറി കൂടി, ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, അതിന് പകരം ഞാൻ വേണമെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് കുറച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോന്നോ, അതല്ല എന്താണ് അതിന്റെ രീതിയിൽ നമുക്കത് ചെയ്യാം. അപ്പൊ ഞാനത് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, ഈ ഒരു സീരീസിൽ ഒപ്പം നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ആത്മബന്ധങ്ങൾ കിട്ടിയ ഒരു സീരീസ് ആയിരുന്നു. കാരണം ഒരു ദിവസം മെസ്സേജ് വന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോടാ അവരെവിടെ പോയാവോ, ഇട്ടിട്ട് പോയാവോ. എനിക്ക് വീഡിയോ എന്റെ കാണണം എന്നുള്ളതിലല്ല കേട്ടോ. അതിനപ്പുറം എന്താ പറയുന്നത്, നമുക്കൊരു സപ്പോർട്ടാണല്ലോ. നിങ്ങളുടെ കമന്റ്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. എല്ലാവരെയും വ്യക്തിപരമായിട്ട് ഞാൻ ഓരോ കമന്റ്സ് ഇരുന്ന് നോക്കാറുണ്ട്. പിന്നെ ഇടയിൽ കുറെ ഇഷ്യൂസ് എല്ലാം വന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ വേറെ ഒന്നുമല്ല, ട്രാൻസ്ഫർ, സെറ്റിൽ ആവല്, പുതിയ സ്ഥലത്ത് പോയി സെറ്റിൽ ആവല്, ഇടയ്ക്കൊരു ചിക്കൻ ബോക്സ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നതിന്റെ പേരിൽ കുറെ ഗ്യാപ്പൊക്കെ വന്നു. എന്നാൽ പോലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ കൊണ്ട് ആകാവുന്ന അത്രയും എഫേർട്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയും വെറൈറ്റി ആയിട്ട് എന്തൊക്കെ കൊണ്ടുവരാമോ, എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഇപ്പൊ കുറച്ച് ബിസിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ സ്ഥലത്ത് വന്നു, ഇപ്പൊ ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ എന്താ പറയുന്നത്, അതിൻ്റെതായ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ എന്തായാലും ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഞാൻ ഇൻഫോം ചെയ്യും. ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഇതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായവും പറയാം, ചോദിക്കാം. അപ്പോൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്, എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. മറ്റുള്ള വീഡിയോസ് പോലെയല്ല, ഇത് പുതിയ കുറെ ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിയുമെങ്കിൽ ഇത്രയും ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹെൽപ്പ് കൂടി ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.